അതിൻ്റെ എക്സാമ്പിളാണ് ഇവർ സ്വിഗ്ഗിയിലും ഫെസ്ക്രയിലും ദുബായ് നാഷണൽ ബാങ്കിലും ഈ കാണുന്ന എല്ലാ ഇ കൊമേഴ്സ് കാസ്24, മുത്തൂറ്റ്, ABC ഗ്രൂപ്പ് അങ്ങനെയൊക്കെ ആയിട്ടുള്ള ലീഡിങ് ഗ്രൂപ്പുകളുടെ കൂടെ നമ്മുടെ ടീം മെമ്പേഴ്സ് വർക്ക് ചെയ്യുന്ന രീതിയിലേക്ക് എത്തി. ആൻഡ് ഓൺടർപ്രണർഷിപ്പിൽ ഓൾസോ ഏജൻസി സ്റ്റാർട്ട് ചെയ്ത് GST ഫയൽ ചെയ്ത് എനിക്ക് പേഴ്സണലി ഷെയർ ചെയ്ത ആളുണ്ട്. അയാൾ 1 കോടി രൂപയുടെ ബിസിനസ്സാണ് 3 മാസം കൊണ്ട് അയാൾ ചെയ്തത്. ഈവൻ ഗവൺമെന്റ് സെക്ടേഴ്സിലുള്ള ആളുകൾ വരെ കരിയർ സ്വാപ്പിന് വേണ്ടിയിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സുകൾ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള എൻക്വയറീസ് ഇട്ടാണ്. അവരുടെ അടുത്ത് റീസൺസ് ഒക്കെ ചോദിക്കാറുണ്ട് നമ്മൾ ആ സമയങ്ങളിലൊക്കെ. അപ്പോൾ അവർ പറയുന്നത് ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു സാലറിയിൽ വർക്ക് ചെയ്തിട്ട് ക്രിയേറ്റീവ് ആയിട്ടൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫ്രസ്ട്രേഷൻസ്, ആ ഫ്രസ്ട്രേഷൻസ് ആയിരിക്കാം മേ ബി അവരെ ഇങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പോലെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിലേക്ക് അവരെ എത്തിക്കാനുള്ള ഒരു മെയിൻ റീസൺ. പയ്യൻ പറയാണ് സാർ, അതിൽ ബാക്കിലൊരു സ്റ്റോറി ഉണ്ട്. ഞാൻ സ്വിഗ്ഗി ഓടിയിട്ട് 2-2.5 മണിക്കാണ് റൂമിലെത്തുന്നത്. എന്നിട്ട് ഞാൻ പിന്നെ രാവിലെ എണീറ്റിട്ട് ഇവിടെ ക്ലാസ്സിൽ വരിക. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഉമ്മാനെ, ആൾ കാസർഗോഡുള്ള പയ്യനാണ്, എനിക്ക് ഈ കോഴ്സിലോട്ട് എൻ്റെ ഉമ്മാനെ ചേർക്കണം എന്നുണ്ട്. ഉമ്മ നെറ്റ്വർക്കിങ്ങിലും മാർക്കറ്റിങ്ങിലൊക്കെ ഉള്ള ഒരാളാണ്. എന്തായാലും ഞാൻ എൻ്റെ ഉമ്മാനെ ഇങ്ങോട്ട് കൊച്ചി തന്നെ കൊടുന്ന് പഠിപ്പിക്കുന്നില്ല. ലാസ്റ്റ് മന്ത് നമ്മൾ ഒരു റെക്കോർഡ് ബ്രേക്കിംഗ് നമ്പർ ആയിട്ടുള്ള 102 പ്ലേസ്മെന്റ്സ് എന്നുള്ള നമ്പറിലേക്ക് എത്തി. ഒരു മാസം മാത്രം നമ്മുടെ പ്ലേസ്മെന്റ്സ് കൊടുത്തു. അതും ലൈക് GCC കൺട്രീസ് ഉണ്ട്, അല്ലെങ്കിൽ തന്നെ ഏജൻസീസ് ഉണ്ട്, MNCs ഉണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ലൈഫ് ചേഞ്ച് അതെ ഡിസംബറിൽ നമ്മൾ ചെയ്തതാണ്. വെൽക്കം ടു QCDA ടോക്സ്. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് പീപ്പിൾ ഓഫ് CDA. CDAയുടെ മുന്നിലും പിന്നിലും പ്രവർത്തിക്കുന്ന എൻ്റെ കട്ടകളുടെ ടീം മെമ്പേഴ്സാണ്. 2019 നമ്മൾ CDA ആരംഭിച്ചു. പക്ഷേ ഇന്ന് ഇത് മുഴുവൻ ലീഡ് ചെയ്യുന്നത് എൻ്റെ കൂടെ ഇരിക്കുന്ന മാനേജേഴ്സ്, ഇവരുടെ കൂടെയുള്ള ടീം മെമ്പേഴ്സാണ്. CDAയുടെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ CDA എങ്ങനെയാണ് കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത് എന്ന് എന്നോട് പലരും ചോദിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ പോഡ്കാസ്റ്റിൽ നമ്മളിതിന് മുഴുവൻ ആൻസർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഞാൻ ആദ്യം തന്നെ ഞങ്ങളുടെ അഡ്മിഷൻസിൻ്റെ ഏരിയകൾ മുഴുവൻ കൈകാര്യം ചെയ്യുന്ന ഷാവുൽ സാറിലേക്ക് പോകാം. ഷാവുൽ സാർ നമ്മുടെ എഡ്യൂടെക് ഇൻഡസ്ട്രിയിലെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു പ്രൊഫഷണലാണ്. അതേ നമ്മളെ കൂടെ ജോയിൻ ചെയ്തതിന് ശേഷമാണ് നമ്മുടെ അഡ്മിഷൻസൊക്കെ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ളൊരു രീതിയിലേക്ക് മാറുകയും അഡ്മിഷനിൽ കുറേയൊക്കെ സിസ്റ്റം പ്രോസസ്സൊക്കെ കൊണ്ടുവന്നത്. എന്താണ് CDAയുടെ ഒരു അഡ്മിഷൻ്റെ അകത്ത് വരുന്ന ഓരോ എൻക്വയറീസും ഇവരെ ഇതിനെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ഷാവുൽ സാറിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഷാവുൽ സാർ, നമ്മൾ റിഷാദ് കൂടി ഈ പോഡ്കാസ്റ്റിൽ ഉണ്ടാവേണ്ടതാണ്. എനിക്ക് തോന്നുന്നു റിഷാദിന് ഈ പോഡ്കാസ്റ്റിൽ വരുന്നതിനേക്കാൾ ഇഷ്ടം ഈ പോഡ്കാസ്റ്റിലെ എഡിറ്റും ഈ പോഡ്കാസ്റ്റിലെ കറക്ഷനും പറയുന്നതിലായിരിക്കും, അല്ലേ? ഇതിൻ്റെ റീൽ എങ്ങനെ കട്ട് ചെയ്യുക എന്നുള്ളതായിരിക്കും റിഷാദ് ആലോചിക്കുന്നുണ്ടാവുക. റിഷാദ് പലപ്പോഴും ക്യാമറയുടെ പിറകിലാണ്. ഓഫ് കോഴ്സ് നമുക്ക് റിഷാദിൽ നിന്നാണ് ശരിക്കും CDAയുടെ കംപ്ലീറ്റ് കണ്ടൻറ്, CDAയുടെ എല്ലാ അക്കൗണ്ട്സും അതിൻ്റെ പെർഫോമൻസ് മാർക്കറ്റിംഗ് ഒക്കെയും റിഷാദിലൂടെയാണ് പോകുന്നത്. സോ റിഷാദ് ഭായ്, ഈ വീഡിയോ നിങ്ങൾ കറക്ഷന് വേണ്ടിയിട്ട് കാണുന്നുണ്ടാവുമെന്ന് എനിക്കറിയാം. റിഷാദാണ് നമ്മുടെ മാർക്കറ്റിംഗ് ഏരിയ മാനേജ് ചെയ്യുന്നത്. ദെൻ അഡ്മിഷൻസിലോട്ട് വരുമ്പം ഷാവുൽ സാറിൻ്റെ ഒരു വലിയ ടീം തന്നെയുണ്ട്. ഷാവുൽ സാർ, CDAയുടെ അഡ്മിഷന് നിങ്ങൾ ഒരുപാട് എഡ്യൂടെക് ബ്രാൻഡുകളുടെ കൂടെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. CDAയുടെ ഒരു അഡ്മിഷൻ പ്രോസസ്സിൽ നിങ്ങൾ എൻജോയ് ചെയ്യുന്നതും എങ്ങനെയാണ് നിങ്ങൾ അതിനെ കുറച്ചുകൂടി ഞങ്ങൾക്ക് അഡ്മിഷൻ ഏരിയയിൽ നിങ്ങളുടെ എക്സ്പെർട്ടീസ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന രീതിയൊക്കെ? ഓക്കെ, ആക്ച്വലി ഞാൻ ഈ കഥകൾ പറയുന്നതിന് മുന്നേ 2015 ഒരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പം ടെക് ഫീൽഡിൽ ഒരു 1 ഇയർ വർക്ക് ചെയ്തപ്പം ഞാൻ സ്വയം മനസ്സിലാക്കിയെടുത്ത് കസ്റ്റമേഴ്സായിട്ടുള്ളൊരു ഇൻട്രാക്ഷൻസാണ് എനിക്ക് ഏറ്റവും കൂടുതലൊരു സാറ്റിസ്ഫാക്ഷൻസ് തന്നിട്ടുണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ടും ആ ഒരു കാലയളവിൽ ഇൻഡിവിജ്വൽ റോൾ വളരെ ഭംഗിയായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റി. വളരെ നല്ല രീതിയിൽ ഒരുപാട് കസ്റ്റമേഴ്സിനെ സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. സോ ഒരു 4-4.5 വർഷത്തോളം ഞാൻ പ്രോപ്പറായിട്ട് പറയുകയാണെങ്കിൽ തന്നെ എഡ്ടെക് ഇൻഡസ്ട്രിയിൽ മാത്രം സ്പെസിഫിക് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ടോട്ടൽ എൻ്റെ ഒരു ഇൻഡസ്ട്രി എക്സ്പെർട്ടിസം എന്ന് പറയുന്നത് 8 ഇയേഴ്സോളം ആയിട്ടുണ്ട്. 2015 മുതൽ തന്നെ ആളുകളായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ടാണ് ഷാവുൽ സാർ വർക്ക് ചെയ്യുന്നത്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ആ ഒരു ഇൻട്രാക്ഷൻ ഇപ്പോൾ ഇവിടെ 1 ഇയർ ആയിട്ട് ഇപ്പോൾ ഞാൻ CDAയിൽ ജോയിൻ ചെയ്തതിനു ശേഷം ഡെഫിനറ്റ്ലി ഞാൻ എപ്പോഴും റിഷാദ് ഭായ് ഈ ഒരു പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ഇതിൻ്റെ ബിഹൈൻഡ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ പുള്ളിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വരുന്ന ആ ലീഡ്സ് പമ്പ് ചെയ്ത് തരിക എന്നുള്ളൊരു ഡ്യൂട്ടിയാണ് റിഷാദിൻ്റെ ഭാഗത്ത് നിന്ന് ഏറ്റവും കൂടുതൽ വരുന്നത്. ഇവരെ പ്രോസ്പെക്റ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മളുടെ ടീം എടുക്കുന്ന എഫേർട്ട്, അഡ്മിഷൻസ് ടീം എടുക്കുന്ന എഫേർട്ട് എന്ന് പറയുന്നത് നമുക്കതിൽ ഏറ്റവും വലിയൊരു ഗ്രേറ്റ്ഫുൾ, അല്ലെങ്കിൽ ഈ മാർക്കറ്റിംഗ് ടീമിനുള്ള ഏറ്റവും വലിയൊരു ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് കിട്ടുന്ന എൻക്വയറീസിൽ 90% ഓഫ് ദ എൻക്വയറീസും പ്രോസ്പെക്റ്റ് ആണ്. ആ പ്രോസ്പെക്റ്റിൽ നിന്നാണ് നമുക്ക് കൺവേർഷൻസ് കൊണ്ടുവരുന്നത്. നേരത്തെ നിങ്ങൾ വർക്ക് ചെയ്ത ബ്രാൻഡുകളിലൊക്കെയും വ്യത്യസ്തമായിട്ടുള്ളത് നമ്മുടെ എൻക്വയറീസ് അല്ലെങ്കിൽ ലീഡ്സൊക്കെ കുറെ കൂടി നീഡുള്ള അല്ലെങ്കിൽ
അതെ അതെ, ആ ഒരു തരത്തിലുള്ള ലീഡ്സ് ആണ് നമുക്ക് കൂടുതലായിട്ട് വരുന്നത്. ഇതിൽ ഈ ഒരു ഡേ ടു ഡേ ലൈഫിൽ എൻ്റെ താഴെയുള്ള ആളുകൾ, അതായത് ടീമിൽ അകത്ത് വരുന്ന ആളുകൾ വർക്ക് ചെയ്യുന്ന സമയത്ത് കൗൺസിലേഴ്സിൻ്റെ ആ ഒരു കോൾസ് അല്ലെങ്കിൽ ആ ഒരു കസ്റ്റമേഴ്സിലേക്ക് റീച്ച് ചെയ്യുന്ന സമയത്ത് ബേസിക്കലി ലേണേഴ്സാണ് നമ്മൾ സംബന്ധിച്ചിടത്തോളം. ഈ ലേണേഴ്സിലേക്ക് റീച്ച് ഔട്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ അടുത്ത് നിന്ന് പലതരത്തിലുള്ള ആളുകളാണ് നമ്മളിലേക്ക് എൻക്വയറി ചെയ്യുന്നത്. അതിൽ ഞാൻ ഡേ ടു ഡേ ലൈഫിൽ കാണുന്നതാണ് പല ടൈപ്പ് ഓഫ് ആളുകളെന്ന് പറയുമ്പം, എസ്പെഷ്യലി നമ്മൾ ഈ ഡെലിവറി ബോയ്സ് ഒക്കെ സൊമാറ്റോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഡെലിവറി സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, ഈവൻ ഗവൺമെൻറ് സെക്ടേഴ്സിലുള്ള ആളുകൾ വരെ കരിയർ സ്വാപ്പിന് വേണ്ടിയിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സുകൾ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള എൻക്വയറീസ് ഇടുകയാണ്. അവരുടെ അടുത്ത് റീസൺസ് ഒക്കെ ചോദിക്കാറുണ്ട് നമ്മൾ ആ സമയങ്ങളിലൊക്കെ. അപ്പോൾ അവർ പറയുന്നത് ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു സാലറിയിൽ വർക്ക് ചെയ്തിട്ട് ക്രിയേറ്റീവായിട്ടൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഫ്രസ്ട്രേഷൻസ്, ആ ഫ്രസ്ട്രേഷൻസ് ആയിരിക്കാം മേ ബി അവരെ ഇങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പോലെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമിലേക്ക് അവരെ എത്തിക്കാനുള്ളൊരു മെയിൻ റീസൺ. പിന്നീട് വേറൊരു സെക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, ഈ MBA ഒക്കെ കഴിഞ്ഞിട്ട് 26ഉം 27ഉം വയസ്സുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാറ്റഗറി ആളുകൾ എന്ന് പറയുമ്പോൾ ബേസിക്കലി ഇത്രയും വലിയൊരു ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ടും തൻ്റെ കരിയർ എവിടെയും എത്താൻ പറ്റിയിട്ടില്ലല്ലോ എന്നുള്ള ചിന്തയോട് കൂടിയിട്ട് വിളിക്കുന്ന ആളുകളുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഏറ്റവും റൈറ്റ് ആയിട്ടുള്ളൊരു കോഴ്സ് തന്നെയാണ് നമ്മളുടെ ഭാഗത്തു നിന്ന് അവർക്കൊരു സൊല്യൂഷനായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അവർ ഇമോഷണലി ഇതിനോട് വല്ലാണ്ട് അറ്റാച്ച്ഡ് ആവുമെന്ന് എനിക്ക് തോന്നാറുണ്ട് എൻ്റെ ടീമിൻ്റെ അകത്ത്. കരിയർ ക്രൈസിസ് ഉള്ള അല്ലെങ്കിൽ ഇനി എന്താണ് ലൈഫിലെ തീരുമാനം എന്നൊക്കെ രീതിയിൽ ഈ ക്രൈസിസ് ഉള്ള ആളുകളാണ് നിങ്ങളായിട്ട് കണക്ട് ചെയ്യുന്നത്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഇങ്ങനെ പറയുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് ബിടെക് ഗ്രാജുവേഷൻസ് ഒക്കെ ഉള്ള ഒരു 31 ഇയേഴ്സ് ഓൾഡ് ആയിട്ടുള്ള അവരുടെയൊക്കെ ഒരു പാസ്റ്റ് ഡിഗ്രി ഹിസ്റ്ററി ഒക്കെ നോക്കുന്ന സമയത്ത് നല്ലൊരു കരിക്കുലം, ഒരു അക്കാഡമിക്സ് മെയിൻറ്റെയിൻ ചെയ്ത ആളുകളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു കരിയർ ബ്രേക്ക് വന്നിരിക്കുകയാണ്. നമുക്ക് എൻക്വയറീസ് വരുന്നതിൽ ഒരു മേജർ കാറ്റഗറി ആളുകൾ ഈ ഒരു സെക്ടറിൽ വരുന്ന ആളുകൾ തന്നെയാണ്. അപ്പം ഇവരുടെ അടുത്തൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ അടുത്ത് നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ആ ഒരു ഇൻസൈറ്റ്സ് തന്നെയാണ് ഡെഫിനറ്റ്ലി എൻ്റെ ടീമിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സാറ്റിസ്ഫാക്ഷൻ ആ ടീമിന് ഉണ്ടാക്കുന്നത്. ഞാൻ ഷാവുൽ സാർ പറഞ്ഞതിൽ അവസാനം നമ്മുടെ പ്ലേസ്മെൻറ്റ്സ് ആൻഡ് കമ്മ്യൂണിറ്റി മാനേജ്മെൻറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ലീഡ് ചെയ്യുന്ന രേഷ്മയിലേക്ക് തിരിച്ചു വരും. ഈ ഡെലിവറി ബോയ് ആയിട്ട് വന്ന ആളുകൾ ഈ പ്രോഗ്രാമിന് ശേഷം എന്ത് സംഭവിച്ചു എന്ന് ആൻസർ ചെയ്യേണ്ടത് രേഷ്മയാണ്. അതുപോലെ ഈ ഡോക്ടേഴ്സ്, ആർക്കിടെക്ട്സ്, എൻജിനീയേഴ്സ്, അഡ്വക്കേറ്റ്സ്, ലോ കോളേജിലെ കോൺവക്കേഷൻ്റെ ഫോട്ടോയുടെ കൂടെ തന്നെ CDയുടെ കോൺവക്കേഷൻ്റെ ഫോട്ടോ ഞാൻ റീസെൻ്റ്ലി കണ്ടു. ആൾ ലോ കോളേജിൽ കോൺവക്കേഷൻ കഴിഞ്ഞിട്ടാണ് CDയുടെ പ്രോഗ്രാമിലേക്ക് വന്നത്. എൻ്റെ അടുത്ത് പറഞ്ഞത്, ലോ കോളേജിൽ ഞാൻ കാണുന്നത് മുഴുവൻ ബ്ലാക്കും വൈറ്റും, അതിൻ്റെ കളേഴ്സ്, ഞങ്ങളുടെ യൂണിഫോം ആണെങ്കിലും ഞങ്ങളുടെ ഫയൽസ് ആണെങ്കിലും നത്തിങ് ക്രിയേറ്റീവ്. ഈ ഫയൽസുകളൊക്കെ ആണെങ്കിലും എനിക്കൊരു ലൈഫ് തിരിച്ചു കിട്ടിയത് ഇവിടെ വന്നപ്പോഴേക്കും, എൻ്റെ ലൈഫ് കളർഫുള്ളായി മാറിയത് CDയിൽ വന്നപ്പോഴെന്നുള്ളതാണ്. അപ്പോൾ ഞാനും അത് ആലോചിച്ചു, എത്രത്തോളം ആളുകൾ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ക്രിയേറ്റീവായിട്ട് സംതിങ് ന്യൂ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് അയാളുടെ ഒരു ഗ്രോത്തിന് അല്ലെങ്കിൽ അയാൾക്ക് സെൽഫ് സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒന്നാണ്. അപ്പോൾ ആ വിധത്തിൽ ഡെലിവറി ബോയ്സ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ പ്രൊഫഷണലി വളരെ ക്വാളിഫിക്കേഷൻസ് ഉള്ള ഒരുപാട് ചുറ്റുപാടുകളുടെ നിർബന്ധം കാരണം പല കോഴ്സുകളും ചെയ്തിട്ടുള്ള കരിയർ ക്രൈസിസുള്ള ആളുകളാണ് ഷാവുൽ സാർ മാനേജ് ചെയ്യുന്നത്, അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഇപ്പം ഇതിൽ പറഞ്ഞു കൊടുത്തിൽ നമുക്ക് നമ്മളുടെ ഒരു അക്കാഡമിയുടെ ആ ഒരു നമ്മളുടെ അക്കാഡമീസ് വിസിറ്റ് ചെയ്യുന്ന പല ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അകത്ത് കാണുന്ന ഇൻഫ്രാസ്ട്രക്ചർ, അതുപോലെ തന്നെ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ ഒരു ഡെക്കോറം, അതുപോലെ അവർ യൂസ് ചെയ്യുന്ന ആ ഒരു ക്ലാസ് റൂംസിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ പോലും വളരെ പോസിറ്റീവ് വൈബാണ് പലപ്പോഴും ആ ലേണേഴ്സിൻ്റെ. അഡ്മിഷൻ ടീം ഇതൊക്കെ പറയാമെങ്കിലും എനിക്ക് വീഡിയോ കാണുന്ന ആളുകളോട് പറയാനുള്ളത്, ഈ പുറത്തുള്ള കളർഫുള്ളും കാര്യങ്ങളും കണ്ടുവന്ന് നിങ്ങൾ ഈ പ്രോഗ്രാമിലേക്ക് വരരുത്. ഇത് മാർക്കറ്റിംഗ് ആണ്, ബിസിനസ്സുകളെ ഹാൻഡിൽ ചെയ്യുന്ന ഒന്നാണ്, അല്ലേ? അപ്പോൾ അവിടെ റെസ്പോൺസിബിലിറ്റി എടുത്തുകൊണ്ട് നിങ്ങൾ പറയാറുണ്ട് AC റൂമിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾ വിയർക്കും. നിങ്ങളുടെ മുന്നിൽ പെർഫോമൻസ് മാർക്കറ്ററൊക്കെ ആണെങ്കിൽ നിങ്ങളൊരു ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് നിങ്ങളുടെ ക്യാമ്പയിൻസുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി വരുന്നത്. നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട് സ്പെൻഡ് ചെയ്യുന്ന ഓരോ റുപ്പീസിലും, പബ്ലിഷ് ചെയ്യുന്ന ഓരോ കണ്ടന്റിലും, പ്ലാൻ ചെയ്യുന്ന ഓരോ ക്യാമ്പയിനിലും. നിങ്ങളിൽ പ്രതീക്ഷ അർപ്പിച്ചിട്ടാണ് ഓരോ ബിസിനസ്സുകളും ഏജൻസിയിൽ വർക്ക് ചെയ്യുന്ന നിങ്ങളുടെ മാർക്കറ്റേഴ്സിൻ്റെയും അല്ലെങ്കിൽ അല്ലാത്ത ഓരോരുത്തരുടെ മുന്നിലേക്കും പ്രൊജക്റ്റുകൾ ഏൽപ്പിക്കുന്നത്. ആ ട്രെയിനിങ് ആണ് അവിടെ ഏറ്റവും പ്രധാനം, അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഇൻഫ്ര നമ്മളുടെ ബെസ്റ്റ് തന്നെയാണ്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഏതായാലും ഈ അഡ്മിഷൻസ് വന്നു കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഇത് മുഴുവൻ പോകുന്നത് ഓൺലൈൻ ആണെന്നുണ്ടെങ്കിൽ ഷിയാബ് സാറിലേക്കാണ്, ഓഫ്ലൈൻ ആണെന്നുണ്ടെങ്കിൽ മേയർ സാറിലേക്കാണ്. മേയർ സാറിൻ്റെ ഒരു ഗ്രോത്ത് പേഴ്സണലി എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒന്നാണ്. ഞാൻ ഓപ്പണായിട്ട് പറയുകയാണ്, മേയർ സാർ എൻ്റെ ഒരു സാലറിയിലേക്ക് എത്താൻ വളരെ കുറഞ്ഞ സമയം എടുത്തിട്ടുള്ളൂ. ഞാനിത് 2019 മുതൽ ഈ ബ്രാൻഡും ഇതിൻ്റെ ഒരു ഓർഗനൈസേഷൻ ലീഡ് ചെയ്ത് പോകുന്ന ഒരാളാണ്. എൻ്റെ സാലറിയിലേക്ക് മേയർ സാർ എത്താൻ ഇത് പബ്ലിഷ് ചെയ്യാലോ, അല്ലേ? അപ്പോൾ അത് എത്താൻ മേയർ സാർ വളരെ കുറഞ്ഞ സമയം എടുത്തുള്ളൂ. ഞാൻ അത്രയും സമയം ഞാൻ ഒരുപാട് എടുത്തിട്ടാണ് ഞാൻ അതിലേക്ക് എത്തിയതെങ്കിലും മേയർ സാർ ഞങ്ങളുടെ ഓർഗനൈസേഷനിൽ വന്നതിന് ശേഷം എൻ്റെ ആ ഒരു സാലറിയിലേക്ക് എത്താൻ
അദ്ദേഹം കുറച്ച് സമയം എടുത്തു. ഞാനിതിനെ ഈ ബാറ്റൺ കൈമാറുക എന്ന് പറയുന്നതിൽ വളരെയധികം വിശ്വസിക്കുന്ന ഒരാളാണ്. മേയർ സാർ ഞങ്ങളുടെ കാലിക്കറ്റ് സെൻറ്റർ ഹെഡായി വന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് കൊച്ചിയെക്കുറിച്ച് ആലോചിക്കാൻ പറ്റിയത് അല്ലേ. കൊച്ചിയും കാലിക്കറ്റും മേയർ സാർ ഏറ്റെടുത്തപ്പോഴാണ് നമുക്ക് ഓൺലൈൻ്റെ കാര്യങ്ങൾ കൂടുതലും ചെയ്യാൻ പറ്റിയത്. എനിക്കൊന്ന് അത്തരം കാര്യങ്ങളൊക്കെ മേയർ സാർ തന്നെ പറയട്ടെ. ഈ കരിയർ ക്രൈസിസ് ഉള്ള വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരു പിയർ ഗ്രൂപ്പ് അല്ലാത്ത, അല്ലെങ്കിൽ ഒരു നമുക്ക് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവരുടെ ഏജും അല്ലെങ്കിൽ ഇവരുടെ ലൊക്കേഷനും, നമുക്കിപ്പം തമിഴ്നാട്ടിൽ നിന്നും ഓഫ്ലൈനിൽ സ്റ്റുഡൻറ്റ് വന്നു അല്ലേ, തമിഴ്നാട്ടിൽ നിന്ന് ഓഫ്ലൈൻ സ്റ്റുഡൻറ്റ് വന്നു, UAE നിന്നൊക്കെ ഓഫ്ലൈനിൽ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി മാത്രം ആൾക്കാർ വരുന്നു. ഓഫ് കോഴ്സ് ഷിയാബ് സാറിൻ്റെ കൂടെ ഓൺലൈനിൽ UAE ഒരുപാട് പേരുണ്ട്. എന്നാൽ ചിലർ നമ്മുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ട് സെലിബ്രേറ്റ് ചെയ്ത് പഠിക്കാനൊക്കെ വേണ്ടിയിട്ട് ഓഫ്ലൈനിൽ വരാറുണ്ട്. എത്രത്തോളം ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ള വൈബ് എന്നൊക്കെ പറയാൻ പറ്റും അല്ലേ? അങ്ങനെ വരുന്ന ആളുകളെ നിങ്ങളുടെ കയ്യിൽ കിട്ടിയതിന് ശേഷം നിങ്ങളുടെ ഈ ജോബ് ഓറിയൻ്റായിട്ട് ട്രെയിനിങ് പ്രോഗ്രാമിൽ അവർ നിങ്ങൾ കൊണ്ടുവരുന്ന ട്രാൻസ്ഫോർമേഷൻസ് എങ്ങനെയുള്ളതാണ്? എന്താണ് മേയർ സാറിൻ്റെ ഓഫ്ലൈനിലെ മാജിക്കുകൾ? ഓഫ്ലൈനിലെ മാജിക്കുകൾ എന്ന് പറയാനാണെന്നുണ്ടെങ്കിൽ പ്യുവർലി ആ മാജിക്ക് കിടക്കുന്നത് നമ്മുടെ ട്രെയിനേഴ്സിൻ്റെ കയ്യിലാണ്. ഞാൻ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ട്രെയിനേഴ്സ് എന്ന് പറയുന്നത് ട്രൂ ലീഡേഴ്സാണ്. ദോസ് ഹു നോസ് ദ വേ ഗോസ് ദ വേ ആൻഡ് ഷോസ് ദ വേ. അവർക്ക് ആ വർക്ക് മെയിൻലി നമ്മളെ പ്രൊജക്ട്സിൽ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും CDൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഇപ്പം ട്രെയിനേഴ്സ് എല്ലാവരും ഡയറക്റ്റ്ലി പോയിട്ട് പഠിപ്പിക്കുന്നതല്ല, അവരാദ്യം ആ പ്രൊജക്റ്റിൽ ഹാൻഡിൽ ചെയ്തിട്ട് ആ പ്രൊജക്റ്റിൽ കിട്ടുന്ന ഇൻസൈറ്റ്സ് അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ആ ഒരു എക്സ്പീരിയൻസും എക്സ്പോഷേഴ്സാണ് നമ്മൾ ലേണേഴ്സിലേക്ക് ഷെയർ ചെയ്യുന്നത്. എക്സാക്ട്ലി. അപ്പോൾ അത് നല്ലൊരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അവർ നാളെ ഒരു കമ്പനിയിൽ കയറി കഴിഞ്ഞാൽ എങ്ങനെ ആ ഒരു പ്രൊജക്റ്റ് ഓഡിറ്റ് ചെയ്യണം, അതിനെങ്ങനെ നമ്മൾ റീഡ് ചെയ്യണം എന്നുള്ള പ്രോസസ്സും കാര്യങ്ങളൊക്കെ അവർക്ക് നമ്മൾ ഫുൾ പാക്കായിട്ട് ആ ഒരു മൊഡ്യൂൾ കൊടുക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇപ്പം പലരും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചു കഴിഞ്ഞാലും അവർക്ക് സ്പീക്കിംഗ് സ്കിൽസ് ഭയങ്കര ഷോർട്ടേജ് വരുന്നുണ്ട്. ഐ മീൻ നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര ഇഷ്യൂസ് വരുന്നുണ്ട്. അതൊക്കെ സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അഡീഷണലി സ്പീക്കപ്പ് സെഷൻസ് ഒക്കെ അറേഞ്ച് ചെയ്തു. ഞാനത് പലപ്പോഴും പലരോടെങ്കിലും പറയാറുണ്ട്. നമ്മുടെ പ്രോഗ്രാമിൽ വരുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാനാണ്, പക്ഷെ അവിടെയാണ് ഇവിടെ ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള പബ്ലിക് സ്പീക്കപ്പ് സെഷൻസുകൾ ഇത് ആഴ്ചയിൽ 2 ആഴ്ച നടക്കും, 2 തവണയാണ് നടക്കുക. അപ്പോൾ നമ്മളൊരു 3 മാസത്തെ പ്രോഗ്രാമിൽ ഒരു ബാച്ചിൽ ഒരു കുട്ടിയിൽ എത്ര തവണ നടക്കും? 22 times. 22 തവണ പബ്ലിക് സ്പീക്കിംഗ് അല്ലെങ്കിൽ ഈ സ്പീക്കപ്പ് സെഷൻ. അതിൻ്റെ ആളാണ് വരുന്നത്. ഈ സ്പീക്കപ്പ് സെഷൻസിനെ കുറിച്ച് കുറച്ചുകൂടി കാര്യങ്ങൾ പറഞ്ഞുതരാമോ? സ്പീക്കപ്പ് സെഷൻ ആക്ച്വലി നമുക്കറിയാലോ, ഒരു ജോബ് ഇന്റർവ്യൂവിന് പോകുമ്പോൾ ടെക്നിക്കൽ സൈഡ് മാത്രം റെഡി ആയിട്ട് കാര്യമില്ല. ലൈക്ക് HR റൗണ്ടിൽ പോകുമ്പോൾ അവർക്ക് സംസാരിക്കാനുള്ള പേടി ഉണ്ടാവാൻ പാടില്ല, ഉള്ളിലുള്ള കാര്യങ്ങൾ അതുപോലെ വരണം. പിന്നെ അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് കൈകാര്യം ചെയ്യുന്നതിൽ പല കുട്ടികൾക്കും നമുക്കറിയാലോ, വരുന്ന കുട്ടികൾ കുറച്ചുകൂടെ ഫ്രജൈൽ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. 2021 ആ ഒരു ഇയറിലൊക്കെ വരുന്ന കുട്ടികൾക്ക് ഓഫ്ലൈൻ്റെ കേസസിൽ വരുമ്പോൾ ലൈക്ക് ലാംഗ്വേജ് അത്ര അങ്ങോട്ട് ഓക്കെ അല്ല എന്നുള്ള രീതിയിലൊക്കെ പറയാറുണ്ട്. സോ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് സ്പീക്കപ്പ് സെഷൻ കൊടുത്തത്. സോ അതിലവർക്ക് ബേസിക് കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ, അതല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ ഫ്രണ്ടിൽ പോയിരുന്ന് കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റും. സോ ഇങ്ങനെ നമ്മൾ ഈ ഒരു പ്രാക്ടീസ് കണ്ടിന്യൂസ്ലി കൊടുക്കുമ്പോൾ അറ്റ് ദ എൻഡ് അവർക്കൊരു ഇന്റർവ്യൂവിൽ പോകുമ്പോൾ ആ ഒരു ഫിയർ ഉണ്ടാവില്ല. സോ അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പുറത്തേക്ക് വരും. അത് ഇൻഡയറക്ട്ലി അവരെയും ഡയറക്ട്ലി അവരെ ഹെൽപ്പ് ചെയ്തതുപോലെ തന്നെ ഇൻഡയറക്ട്ലി പ്ലേസ്മെന്റ്സിൽ വരുമ്പോൾ നമ്മളെ ഭയങ്കരമായിട്ട് അത് ഞാനിത് റിക്രൂട്ടേഴ്സിൻ്റെ സൈഡിൽ നിന്നുള്ള ഫീഡ്ബാക്സുകൾ ഞാൻ എപ്പോഴും എടുക്കാറുണ്ട്. കാര്യം എന്നെ പോലെ തന്നെ ഏജൻസി ഓണേഴ്സാണ് പലരും. അപ്പോൾ ആ ഏജൻസി ഓണേഴ്സ് റിക്രൂട്ടേഴ്സ് എൻ്റെ അടുത്ത് പറയാറുള്ളത്, പണ്ടൊക്കെ പറയാറുണ്ട്, ഉദയ് വിട്ട കാൻഡിഡേറ്റിന് പണി അറിയാം, അതെനിക്ക് മനസ്സിലായിട്ടുണ്ട്, പണി അറിയാം, പക്ഷേ അത് പുറത്തോട്ട് പറയാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എന്തൊക്കെയോ ചില കാര്യങ്ങളിൽ അവൻ ഇനിയും കുറെ കൂടി ഇമ്പ്രൂവ് ആവാനുണ്ട് എന്നുള്ളതാണ്. റീസെൻ്റ്ലി എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഫീഡ്ബാക്ക് ഇവരൊക്കെയും ചാടി നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ വന്ന രീതി, അല്ലെങ്കിൽ അവർ ഇൻ്റർവ്യൂവിനെ അപ്രോച്ച് ചെയ്ത കാര്യങ്ങൾ, അവരുടെ ഒരു പ്രസൻറ്റേഷൻ, അത് സെൽഫ് ഇൻട്രൊഡക്ഷൻ മുതൽ അങ്ങോട്ട് പോകുന്നുണ്ടാവും. ചില സമയത്ത് ചില ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടുള്ള ലേണേഴ്സ് അംബാസിഡേഴ്സ് പറയാറുണ്ട്, എനിക്ക് പ്രതീക്ഷിച്ചതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് കിട്ടിയില്ല എന്ന് പറയാറുണ്ട്. എൻ്റെ അടുത്ത് സെൽഫ് ഇൻട്രൊഡക്ഷൻ ചോദിച്ചിട്ടില്ല, അല്ലെങ്കിൽ എന്നോട് എക്സ്പെക്റ്റേഷൻസ് ചോദിച്ചിട്ടില്ല. അപ്പം ഇൻ്റർവ്യൂ ഉറപ്പായിട്ടും ഒരു കാൻഡിഡേറ്റും റിക്രൂട്ടേഴ്സും തമ്മിലുള്ള വളരെ കസ്റ്റമൈസ്ഡ് ആയിട്ട് എന്തും സംഭവിക്കാൻ പറ്റുന്ന ഒന്നാണ്. നമുക്ക് ഇൻ്റർവ്യൂവിന് അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ഏറെക്കുറെ നമുക്ക് ഒരു 500-100 ക്വസ്റ്റ്യൻസുകൾ വേണമെങ്കിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. യൂഷ്വലി ക്ലീഷേ ക്വസ്റ്റ്യൻസിലൊക്കെ ആയിരിക്കും പലതും എന്ന രീതിയിൽ നമുക്ക് നോക്കാം. ഇന്റർവ്യൂ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതെ, നമ്മൾ ഇന്റർവ്യൂ ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം അവർ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട്
പുറത്തുള്ള ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ട് അവർ പറയുന്ന ആ ഒരു സിറ്റുവേഷൻ, നമ്മൾ അത്ര സ്ട്രോങ് അല്ല പുറത്തുള്ള ഇന്റർവ്യൂസ്. നിങ്ങൾ ഇന്റർവ്യൂ ആളുകളെ പേടിപ്പിക്കുന്നുണ്ടോ? അല്ല, അത് അത്രയും സീരിയസ് ആയിട്ട് കൊടുത്താലാണല്ലോ അവർക്ക് പുറത്തേക്ക് പോകുമ്പോൾ ആ സീരിയസ്നെസ് പോയി പ്രിപ്പയർ ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അത് മാത്രമല്ല നമ്മള് തന്നെ ആയിരിക്കാം കേട്ടോ അടുത്ത എൻക്വയറീസ് വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു ഘടകം ഇത് തന്നെ ആയിരിക്കാം. അല്ലേ, സ്പീക്കപ്പിന്റെ സെഷൻ വരുമ്പോൾ ഇപ്പോൾ ദിവസം പറഞ്ഞല്ലേ, എനിക്ക് ഉണ്ട് ഇത് പറയാൻ കിട്ടുന്നില്ല എന്നുള്ളൊരു സാധനം. അത് നോർമലി ഇപ്പം എനിക്കറിയാം, ട്രെയിനിങ്ങിൽ കുറേ കാലം ഉണ്ടായപ്പം എനിക്ക് MBA ഉള്ളൂ, അല്ലെങ്കിൽ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ബിടെക് പഠിച്ചതാണ് പക്ഷെ എനിക്ക് ലാംഗ്വേജ് ഒന്നും അറിയില്ല, അങ്ങനെ പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. എസ്പെഷ്യലി ഇപ്പോൾ നോർത്ത് ഇന്ത്യൻ്റെ കേസിലൊക്കെ പറയുകയാണെങ്കിൽ അവരൊക്കെ പുറത്തുനിന്നൊക്കെ ആയിരുന്ന സമയത്ത് അവർക്ക് മേ ബി +2 കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ, പക്ഷെ അതിനെ ഭയങ്കര നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് നമ്മുടെ നാട്ടിൽ കുറച്ചൊക്കെ ഒരു നമ്മളെ കാൻഡിഡേറ്റ്സിന് കയ്യിൽ മരുന്നുണ്ട്. അത് പുറത്തോട്ടേക്ക് പ്രസന്റ് ചെയ്യുന്നതിന്റെ കാര്യത്തിൽ കുറച്ചുകൂടി ഒന്ന് പ്രാക്ടീസസ് കിട്ടിയാൽ ഇവരൊക്കെ പുലികളാണ്. അതിന്റെ എക്സാമ്പിളാണ് ഇവർ സ്വിഗ്ഗിയിലും ഫസ്റ്റ് ക്രൈയിലും ദുബായ് നാഷണൽ ബാങ്കിലും ഈ കാണുന്ന എല്ലാ ഇ കോമേഴ്സ് Cars24, മുത്തൂറ്റ്, ABC ഗ്രൂപ്പ്, അങ്ങനെയൊക്കെ ആയിട്ടുള്ള ലീഡിങ് ഗ്രൂപ്പുകളുടെ കൂടെ നമ്മളെ ടീം മെമ്പേഴ്സ് വർക്ക് ചെയ്യുന്ന രീതിയിലേക്ക് എത്തി. ആൻഡ് ഓൺട്രപ്രണർഷിപ്പിൽ ഓൾസോ ഏജൻസി സ്റ്റാർട്ട് ചെയ്ത് GST ഫയൽ ചെയ്ത് എനിക്ക് പേഴ്സണലി ഷെയർ ചെയ്ത ആളുണ്ട്. അയാൾ 1 കോടി രൂപയുടെ ബിസിനസ്സാണ് 3 മാസം കൊണ്ട് അയാൾ ചെയ്തത്. സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ട്, ഏജൻസി സ്റ്റാർട്ട് ചെയ്ത് സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ട്, ഫ്രീലാൻസ് ആയിട്ട് ജോബ് നോക്കി സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ട്, ജോബ് ഹണ്ട് ചെയ്യുന്നവരുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മളൊരു ജോലി എന്ന് പറയുന്നത് ഇവരെ അതിലേക്ക് എത്താൻ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്, കണ്ടിന്യൂസ്ലി സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ വീണ്ടും രേഷ്മയിലേക്ക് വരും. മറ്റുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഓഫ്ലൈൻ പ്രോഗ്രാംസുകളുടെ അകത്ത്? നമ്മൾ ഏജൻസി ബേസ്ഡ് എന്ന് പറയുന്നു, അവാർഡ്സുകളൊക്കെ കൊടുക്കുന്നു. സ്വാഭാവികമായിട്ടും ഇതിനകത്തൊക്കെ നിങ്ങളുടെ രീതികളൊക്കെ എങ്ങനെയൊക്കെയാണ് ഓഫ്ലൈനിൽ? നമ്മൾ ഓഫ്ലൈൻ ഒരു ഫുൾ ഡേ പ്രോഗ്രാമാണ്, പിന്നെ 10 to 4 ആണ് ടൈം വരിക. മറ്റു പരിപാടികളൊന്നും പറ്റില്ല. അതായത് CDയുടെ കോഴ്സിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 10 to 4 അവിടെ ഉണ്ടാവണം. സിഗ്ഗിയോടാൻ പോവാം, അത് പോസിബിൾ ആണ് വൈകുന്നേരങ്ങളിൽ. അതെ, കാരണം ഇപ്പം റീസെന്റ് കോൺവെക്കേഷൻ കഴിഞ്ഞു ഇപ്പോൾ കൊച്ചിയിൽ ഇനാഗുറേഷന്റെ എക്സ്പാൻഷൻ. അപ്പോൾ അന്നൊരു കുട്ടി പറയുന്നുണ്ട് ഞാൻ ക്ലാസ്സിൽ അറിയാണ്ട് ഉറങ്ങി പോകുന്നൊരു സാഹചര്യം ഉണ്ട്, പക്ഷെ ആ കുട്ടിയെ എനിക്ക് അങ്ങനത്തെ അവരെ ഒന്ന് മീറ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ആ പയ്യൻ പറയാണ്, സാർ അതിൻ്റെ ബാക്കിലൊരു സ്റ്റോറി ഉണ്ട്. ഞാൻ സ്വിഗ്ഗി ഓടിയിട്ട് 2-2.5 മണിക്കാണ് റൂമിലെത്തുന്നത്, എന്നിട്ട് ഞാൻ പിന്നെ രാവിലെ എണീറ്റിട്ട് ഇവിടെ ക്ലാസ്സിൽ വരികയാണ്. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഉമ്മാനെ, ആൾ കാസർഗോഡുള്ള പയ്യനാണ്, എനിക്ക് ഈ കോഴ്സിലോട്ട് എൻ്റെ ഉമ്മാനെ ചേർക്കണം എന്നുണ്ട്. ഉമ്മ ഈ നെറ്റ്വർക്കിങ്ങിലും മാർക്കറ്റിങ്ങിലൊക്കെ ഉള്ള ഒരാളാണ്, എന്തായാലും ഞാൻ എൻ്റെ ഉമ്മാനെ ഇങ്ങോട്ട് കൊച്ചി തന്നെ കൊടുന്ന് പഠിപ്പിക്കും എന്നുള്ള അങ്ങനെ ഒരു പ്രോമിസ്. ഞാൻ കരഞ്ഞുപോയി. ഞാൻ അവനെ അഗ് ചെയ്തിട്ട് അവിടെ നിന്ന് പോയത്. അങ്ങനത്തെ സിറ്റി ഐ ഫോർഗോട്ട് ഹിസ് നെയിം ആക്ച്വലി. ഒരു 24 ബാച്ച് 24 ഉള്ളൊരു ലേണർ പറഞ്ഞു. അപ്പം അങ്ങനെയുള്ളവർക്ക് പോവട്ടെ, ഞാൻ തമാശയിൽ തുടങ്ങിയതാണെങ്കിലും ഇങ്ങനെ കുറെ കഥകളുണ്ട് ഇതിന്റെ പിന്നിൽ എന്നുള്ളതാണ്. എടുക്കാവുന്ന കേസാണ്. റീസെന്റ് ഇപ്പം നമ്മൾ കാലിക്കറ്റിൽ കഴിഞ്ഞ ബാച്ചസിലും ഇതേ സിറ്റുവേഷൻ ആണ്. എല്ലാവരും ആഫ്റ്റർ വർക്ക്സ് അല്ലെങ്കിൽ ആഫ്റ്റർ നമ്മള് സ്റ്റഡീസിന് ശേഷം സ്വിഗ്ഗി ഇങ്ങനെയുള്ള പാർട്ട് ടൈം ജോബിലേക്ക്. പൊതുവേ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ജെൻസി കാറ്റഗറിയിലെ കുട്ടികളെ കുറ്റം പറയാൻ ഭയങ്കര താല്പര്യമാണ്. അവർ ഫുൾ ടൈം ഫോണിലാണ്, ഗെയിമിലാണ്, അവർക്ക് ഉത്തരവാദിത്തമില്ല, അവർ ആളുകളോട് സംസാരിക്കുന്നില്ല, ചുറ്റുവട്ടത്ത് ഇറങ്ങുന്നില്ല, കല്യാണത്തിന് കൂടുന്നില്ല, അല്ലെങ്കിൽ ഉത്സവങ്ങളിലും പള്ളി കമ്മിറ്റികളൊന്നും കാണുന്നില്ല എന്നുള്ളതാണ്. അവരിൽ പലരും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സ്വയം പണം കണ്ടെത്തി പല രീതിയിലുള്ള പുതിയ റവന്യൂ മോഡലിലേക്ക് പോയി അതിൽ നിന്നുള്ളൊരു വരുമാനം ഉണ്ടാക്കി സ്കിൽ അപ്ഗ്രേഡ് ചെയ്ത് സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ചുറ്റിലുണ്ട്. അവര് ലൂസ് ഫിറ്റ് ഡ്രസ്സ് ഇടുന്നു, അല്ലെങ്കിൽ അവരുടെ ഹെയർ അങ്ങനെയാണ്, അല്ലെങ്കിൽ അവരുടെ രീതികൾ അങ്ങനെയാണ്, അവരൊരു മന്തി 1-2 കഴിച്ചത് കരുതിയിട്ടൊന്നും നമ്മളാരും അവരെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. ഞാൻ ഇവരുടെ കൂടെ ഓഫ്ലൈനിലൊക്കെ കുട്ടികൾ കാണുന്ന സമയത്ത് ബാഗി പാൻസ് അല്ലെങ്കിൽ അവരുടെ ഷൂസൊക്കെ നോക്കുമ്പം നമ്മളെ ഡ്രസ്സിങ്ങൊക്കെ ആയിട്ട് നല്ല വ്യത്യാസമുണ്ട്. ഞാൻ അത്ര പ്രായമുള്ള ആളൊന്നുമല്ല, പക്ഷെ എന്തായാലും നമ്മൾ രണ്ടുപേരും ഒരേ തയ്യൽ കടയിൽ നല്ല സാധനങ്ങൾ എടുക്കുന്നതിൽ എനിക്ക് ബോധ്യമുണ്ട്. കാര്യം ഞാൻ പോകുന്ന ഷോപ്പിലൊന്നും ഇവരിടുന്ന ഈ ഡ്രസ്സുകളൊന്നും ഇല്ല. ഈ കാറ്റഗറിയിൽ വരുന്ന ആളുകളെ നമ്മൾ മാനേജ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഇഷ്യൂസുകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഈ പെയർ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഈ വൈബ് കീപ്പ് ചെയ്യുന്നതിൽ CDയുടെ കാര്യങ്ങളൊക്കെ ഓഫ്ലൈൻ സെൻ്ററുകളുടെ കേസിൽ സെയിം അല്ല, ഏജിൽ ഡിഫറൻസ് ഉണ്ടെന്നുണ്ടെങ്കിലും അവർ ആ ഒരു വൈബ് സെയിം ആണ്. ആ ഒരു ലേണേഴ്സ് ട്രെയിനേഴ്സ് തമ്മിലുള്ള ആ ഒരു ബന്ധം, അതൊരു നല്ലൊരു റാപ്പുമാണ് ട്രെയിനേഴ്സും ലേണേഴ്സും തമ്മിലുള്ളത്. അപ്പം നമുക്ക് പല സിറ്റുവേഷൻസിലും ഇവർക്ക് ലേണേഴ്സ് ആണെന്നുണ്ടെങ്കിലും എപ്പോൾ വേണമെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അറ്റൻറ്റീവായിട്ടുണ്ടാവുന്ന ട്രെയിനേഴ്സ്, അവർ റിവ്യൂസിൽ, നമ്മൾ മെയിനായിട്ട് റിവ്യൂസിലാണ് ഇതൊക്കെ ക്യാച്ച് ചെയ്യുന്നത്. അപ്പോൾ ആ ടൈമിൽ നല്ല രസകരമായ പല റിവ്യൂസ് ഉണ്ടാവുള്ളൂ. ഒരു ദിവസം രാത്രി 2 മണിക്കൊക്കെ വിളിച്ചിട്ട് പിന്നെ
GPay ചെയ്ത് തരുമോ എന്നുള്ളൊക്കെ കുറേ ചോദ്യങ്ങളൊക്കെ. അതെനിക്കൊന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ട്രെൻഡാണെന്ന് തോന്നുന്നുണ്ട്. പഠിപ്പിക്കുന്ന ആളുകളെ വിളിച്ചിട്ട് GPay ചെയ്യുമെന്ന് ചോദിച്ച് കിട്ടിക്കഴിഞ്ഞാൽ അത് വീഡിയോ എടുത്തിട്ട് യെസ്, അങ്ങനെ കുറച്ച് പൈസ പോയ ട്രെയിനേഴ്സ് ഉണ്ട്. അല്ല, തീർച്ചയായിട്ടും അത് നല്ലൊരു കാര്യം തന്നെയാണ്. ട്രെയിനേഴ്സിന് ആ ഒരു വൈബിന് ഒത്തിരി നിൽക്കാൻ പറ്റുന്നുണ്ടല്ലോ. അതെ അതെ. അപ്പോൾ ഈ റിലേഷൻഷിപ്പാണ് കൂടുതലും ഇവരുടെ ഏജോ അല്ലെങ്കിൽ ജെൻഡറോ ഇവരുടെ സ്ഥലമോ ഒക്കെ വ്യത്യസ്തമാണെങ്കിൽ പോലും ഇവരെ ഒരുമിപ്പിക്കുന്ന കാര്യം എന്നുള്ളത്. ഈ ഓൺലൈനിലോട്ട് വരുമ്പം ഷിഹാബ് സാർ, നമ്മൾ ഓൺലൈനിലാണ് നമ്മൾ ഇന്ത്യാസ് ബെസ്റ്റ് ലൈവ് ഓൺലൈൻ പ്രോഗ്രാം എന്ന് റാങ്ക് ചെയ്യുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ട്, ഏതൊക്കെ മേഖലയിലുള്ള ആളുകളാണ് നമ്മുടെ ഓൺലൈൻ പ്രോഗ്രാമിലേക്ക് വരുന്നത്. അതിൻ്റെ കേസ് പറയുമ്പോൾ ഇപ്പോൾ 2023 ഇപ്പോൾ സെപ്റ്റംബർ ഓൺവേർഡ്സ് ഒക്കെ അതിൽ ഇങ്ങനെ ഇടവിട്ട് വന്നപ്പം UAE നിന്ന് 4 പേരുണ്ട് ഒരു ബാച്ചിൽ, അല്ലെങ്കിൽ സൗദിയിൽ നിന്ന് ഒരു കുട്ടിയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ഷാവുൽ സാറ് ടീം വന്നു, അഡ്മിഷൻസ് കൂടുന്നു, ബാച്ചസിൻ്റെ എണ്ണം കൂടുന്നു. പിന്നെ അത് കുവൈത്തും ഒമാനും ബഹ്റൈനും GCC സെറ്റായി. അതിൽ പിന്നെ അതൊരു പുതുമ ഇല്ലാണ്ടായിപ്പോയി. പിന്നെ UK നിന്ന് 2 അഡ്മിഷൻ ഉണ്ട്. UK നിന്ന് ആൾക്കാർ, കാരണം നമ്പർ കോഡ് വെച്ചിട്ട് അറിയാലോ, U+4 +1 അതൊക്കെ കാണുമ്പോൾ കിട്ടുന്നത്. അതും മാറി പിന്നെ അത് USA ആയി, കാനഡ ആയി. ഇപ്പം ഈ റീസെൻ്റ്ലി ഇപ്പോൾ 1.5 മാസം മുമ്പ് ഉണ്ടായതാണ് ഫിലിപ്പീൻസിൽ നിന്ന് അഡ്മിഷൻ കിട്ടി. 2 പേര് ഇപ്പോൾ ഫിലിപ്പീൻസ് മോർണിംഗ് ബാച്ചിൽ. നമ്മൾ 10 to 2 അവിടെ സമയത്ത് ഫിലിപ്പൈൻ അവിടെ നമ്മളിതിലേറെ 4-4.5 മണിക്കൂർ വ്യത്യാസം. അതെ, കുറച്ച്. അപ്പോൾ അവർക്കൊരു ന്യൂൺ ടൈം ആയിരിക്കും. ഫിലിപ്പീൻസ് കുറച്ച് സദേൺ ഈസ്റ്റ് അല്ലേ വരുന്നത്. അപ്പോൾ അതും അതിന് നിൽക്കുമ്പോഴാണ് പിന്നെ ഒരു കുട്ടിയുടെ പോഡ്കാസ്റ്റ്, നമ്മൾ അറിയാലോ ഇപ്പോൾ കോണ്ടന്റ് മാർക്കറ്റിങ്ങിന്റെ പാർട്ടിൽ നമ്മൾ കുട്ടികളെ കൊണ്ട് പോഡ്കാസ്റ്റ് നിർബന്ധമായിട്ടും ചെയ്യിപ്പിക്കുന്നുണ്ട്. കാരണം കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് സ്പോട്ടിഫൈയിലൊക്കെ പബ്ലിഷ് ചെയ്യും. ഇപ്പം വീഡിയോ മാത്രം ചെയ്യിക്കുക എന്നുള്ളതല്ല. ഇപ്പോൾ ഒരു ഇൻട്രോവേർട്ട് മനുഷ്യന്മാരുണ്ടെങ്കിൽ ക്യാമറയുടെ മുന്നിൽ വന്ന് നിൽക്കാൻ എന്തായാലും പേടിയുണ്ടായിരിക്കും. കോണ്ടന്റ് എന്ന് പറഞ്ഞാൽ അത് എന്തോ ആവുമല്ലോ, പല മോഡിലായിരിക്കും. പക്ഷെ ഈ കുട്ടി ഞാൻ ആഫ്രിക്കയിൽ നിന്നാണ്, ടാൻസാനിയയിൽ നിന്നാണെന്ന് വളരെ ക്യൂട്ടായിട്ട്, എന്താ പറയുക, വോയിസത്തിൻ്റെ ഒരു നമ്മളെല്ലാവരും ഞാൻ കണ്ടന്റ് മാർക്കറ്റിംഗിൽ അഷിത മിസ്സിന്റെ സെഷൻസിലൊക്കെ ചില പോഡ്കാസ്റ്റുകൾ ഞാൻ വണ്ടിയിലിരുന്ന് കേൾക്കാറുണ്ട്. എന്ത് രസമായിട്ടാണ് അവർ ചെയ്യുന്നതെന്ന് അറിയോ? കാര്യമായിട്ട് 3-4 മിനിറ്റുകളുള്ള കുഞ്ഞു കുഞ്ഞു ക്ലിപ്പുകളായിരിക്കാം. പക്ഷെ ഭയങ്കര, അന്നാണ് ആഫ്രിക്കയിൽ നിന്ന് ഉണ്ട് എന്നുള്ളത് അറിയുന്നത്. ഇവർ മാർക്കറ്റിംഗുകാർ അങ്ങോട്ട് പിച്ച് ചെയ്യുന്നുണ്ട്, സെയിൽസുകാർ അത് പിടിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ ശരി. പക്ഷെ നമ്മളിത് ഇവരൊന്നും മലയാളികളാണ്, പ്യൂർലി മലയാളികളാണ്. പക്ഷെ ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു 10-13, എൻ്റെ ഒരു കൗണ്ട് ശരിയാണെങ്കിൽ 15ഓളം കൺട്രീസിലുള്ള മലയാളികളായിട്ടുള്ള ലേണേഴ്സ്. എന്തുകൊണ്ടായിരിക്കും ഈ ആഫ്രിക്കയിലുള്ള കക്ഷിയും കാനഡയിലുള്ള കക്ഷിയും UK കക്ഷിയും ഫിലിപ്പീൻസിലെ കക്ഷിയൊക്കെ ഈ ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുന്നത്? കാര്യം അവരൊക്കെ അവിടെ സെറ്റിൽഡ് അല്ലേ? സെറ്റിലാണ്. പക്ഷേ എനിക്ക് മനസ്സിലായത് ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റ്, ഫിക്സ്ഡ് മൈൻഡ് സെറ്റ് എന്നുള്ളൊരു സംഭവമുണ്ട് ലൈഫിൽ. ഇപ്പോൾ നേരത്തെ ഗവൺമെൻറ് സെക്ടേഴ്സിൻ്റെ കേസ് പറഞ്ഞു, അതൊരു ഫിക്സ്ഡ് ഇതിലിങ്ങനെ പോയിട്ട് ലൈഫ് സെറ്റിലായി PSC മാത്രം നോക്കുന്നത്, അവരെ കുറ്റപ്പെടുത്തില്ല. ഓരോരുത്തർക്ക് ഓരോന്നാണല്ലോ ലൈഫിൻ്റെ. പക്ഷേ ഇവരൊക്കെ ഇതല്ല, എനിക്ക് ഇനിയും ഗ്രോ ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പം കുറച്ചും കൂടി എൻ്റെ ഫാമിലി മെമ്പേഴ്സിലെ അവരുടെ മേ ബി ഇപ്പോൾ ലേഡീസ്, ഇപ്പോൾ എന്താ പറയുക, മാരീഡ് ആയിട്ടുള്ള അവരൊക്കെ ജോയിൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹസ്ബൻഡിനെ സപ്പോർട്ട് ചെയ്യണം, ഫാമിലിക്ക് ഒന്നും കൂടി എൻ്റെ വക ഒരു കോൺട്രിബ്യൂഷൻ വേണം, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ട്. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ആരായിക്കോട്ടെ, അതിൽ ആണ് പെണ്ണെന്നോ ഇത്ര ഏജ് എന്ന കാറ്റഗറി ഒന്നുമില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായതോടെ അവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ കിട്ടുന്ന കാര്യം എന്താ വെച്ചാൽ പ്യൂർലി ഗ്രോത്ത് മൈൻഡ് സെറ്റ്. ഇതല്ല, ഞാൻ ഇങ്ങനെയല്ല, നെവർ സെറ്റിൽ എന്നൊക്കെ പറയല്ലോ. ഇതിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട് കേട്ടോ. ഇപ്പം ഈ ആഫ്രിക്കൻ കൺട്രീസിലൊക്കെ എസ്പെഷ്യലി കൺട്രി കോഡ് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഇങ്ങനൊരു എൻക്വയറി വരുന്ന സമയത്ത് എൻ്റെ അടുത്ത് ടീമിലുള്ള ആളുകൾ വന്നിട്ട് പറയും, ഇത് കൺട്രി കോഡ് ഒന്ന് ചെക്ക് ചെയ്യാവോ എന്നുള്ളത്. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് സൊമാലിയ അല്ലെങ്കിൽ ആഫ്രിക്കൻ കൺട്രീസ് കാണിക്കുന്ന സമയത്ത് ഇതൊരു സ്പാം ആണോ എന്നുള്ളൊരു സംശയത്തിൽ പലപ്പോഴും അപ്രോച്ച് ചെയ്യുന്നൊരു രീതി അല്ല, നമ്മുടെ മുൻവിധിയാണത്. അങ്ങനെയല്ല, സ്വാഭാവികമായിട്ട് നമ്മൾ കേട്ടത് നൈജീരിയൻ നമ്പർ കാണുമ്പോൾ അവിടുന്ന് നമുക്ക് ജെനുവിൻ എൻക്വയറീസ് വരുന്നു എന്നുള്ളതാണ്. ഇപ്പൊ റീസെന്റ് ഒരു ഫിലിപ്പൈൻ ദുബായിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ ദുബായ് നമ്പർ ആയിരുന്നു, പക്ഷെ അവരുടെ DP എനിക്ക് എൻ്റെ കൗൺസിലർ കൊണ്ടുവന്ന് കാണിച്ചെന്ന സമയത്ത് കാണുന്നത് ഒരു ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള ഒരാളല്ല. അപ്പോൾ അവരുടെ നാഷൻ എവിടെയെന്ന് എൻക്വയറി ചെയ്തപ്പോൾ ഫിലിപ്പൈനാണ്. അപ്പോൾ അവർ CDയുടെ ഈ നമ്മളുടെ കണ്ടൻസ് കാണുകയും നമ്മളുടെ കോഴ്സസിൽ അത്രയും അട്രാക്റ്റഡ് ആയിട്ട് അത് എൻക്വയറി ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം റീജിയണൽ ലാംഗ്വേജിലുണ്ട്, ഇംഗ്ലീഷിൽ ക്ലാസ്സുകൾ നമ്മളുണ്ട്, പക്ഷെ അതിലപ്പുറം ഒരു ലാംഗ്വേജിലേക്ക് എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളത് റീസെൻ്റ്ലി നമുക്ക് എന്തല്ല അതിൽ പോസിബിലിറ്റീസ് ഇല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ കണ്ടു ചെയ്തത്. പക്ഷേ സ്റ്റിൽ അവർ നമ്മളൊക്കെ അത്രയധികം ഫോളോ ചെയ്യുന്നുള്ളത് എനിക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റി. നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ പ്രോഗ്രാംസുകൾ ഗ്ലോബൽ പ്ലാറ്റ്ഫോമുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ലോകമെമ്പാടുമുള്ള മലയാളികൾ അവരുടെ അപ്സ്കിൽ ചെയ്യാൻ, അവർക്ക് ഫൈനാൻഷ്യലി ഇനിയും കൂടുതൽ ഗ്രോ ചെയ്യാൻ, അതിൽ ചില ജോബ് ടൈറ്റിൽസിനൊരു പ്രത്യേകത, അതിൽ പരമാവധി ഏൺ ചെയ്യാൻ പറ്റുന്നതിലൊരു ലിമിറ്റ് ഉണ്ട്. ഇപ്പോൾ കാനഡയിൽ അഡ്മിഷൻ എടുത്ത ആളായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കിയത്, കാനഡയിൽ ആൾ ബാങ്കിങ് സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. ബാങ്കിങ് സെക്ടറിലെ ആൾക്ക് പരമാവധി പ്രൊമോഷൻസിലൂടെ എത്താൻ പറ്റുന്ന, ഏൺ ചെയ്യാൻ പറ്റുന്ന സാലറിയിൽ ഒരു ലിമിറ്റ് ഉണ്ട്. അത് കഴിഞ്ഞാൽ അവിടെ സെറ്റിൽ ആവണം. അപ്പോൾ അവിടെയാണ് ഷിഹാബ് സാർ പറഞ്ഞ പോലെ നെവർ സെറ്റിൽ എന്നുള്ള മൈൻഡ് സെറ്റ്. അവ ഇനി ഒരു പുതിയ
ഓപ്പർച്യൂണിറ്റീസിലേക്ക് അയാൾക്ക് പോകാൻ അയാൾ കണ്ടെത്തിയ വഴിയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സാധ്യതകൾ പഠിക്കുക. അതിനുള്ളൊരു സൊല്യൂഷനായിട്ടാണ് അവർ CDA എത്തിയത് എന്നുള്ളതാണ്. ഷിയാബ് സാറ്, ഷാഹുൽ സാറ്, മേർ സാർ ഇവരൊക്കെയും ഒരുപാട് ട്രാൻസ്ഫോം ചെയ്ത ഒരുപാട് ലേണേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഇത് എൻഡ് ഓഫ് ദി ഡേ ഇതൊക്കെയും കൗണ്ട് ചെയ്യുന്നത് ഇവിടെയാണ്. രേഷ്മയുടെ പ്ലേസ്മെൻറ്റ്സ് ആൻഡ് കമ്മ്യൂണിറ്റി മാനേജ്മെൻറ്റിലാണ്. വലിയൊരു ഇവൻ്റ് ഒക്കെ കഴിഞ്ഞു. എങ്ങനെ പോകുന്നു നിങ്ങളുടെ കമ്മ്യൂണിറ്റി മാനേജ്മെൻറ്റും പരിപാടികളും ഒക്കെ? കമ്മ്യൂണിറ്റി മാനേജ്മെന്റ് ആൻഡ് പ്ലേസ്മെന്റ് നമ്മൾ ഇത് രണ്ടും ഒരു ഒറ്റ സിംഗിൾ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് തന്നെയാണ് കൊണ്ടുപോകുന്നത്. യെസ്. ആഫ്റ്റർ കോഴ്സ് കഴിഞ്ഞാൽ അവർ കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്നു, അറ്റ് ദ സെയിം ടൈം അവരുടെ പ്ലേസ്മെന്റ്സിന് കാര്യങ്ങൾ. എനിക്ക് പറയാനുള്ളത് നമ്മുടെ മാർക്കറ്റിംഗ് ടീമിൽ റിഷാദിലേക്ക് CDയുടെ മാർക്കറ്റിംഗ് ആണ് പലപ്പോഴും. ഇപ്പം കഴിഞ്ഞ മന്ത് 10 million+ ആണ് ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ അക്കൗണ്ട് റീച്ച് എന്ന് പറയുന്നത്. SEOയിൽ നമ്മൾ മിക്കവാറും നമ്മുടേതായ റെലവൻ്റ് ആയിട്ടുള്ള കീവേഡ്സുകളിൽ നമ്പർ 1 പൊസിഷനിലോ അല്ലെങ്കിൽ SERPയുടെ ഫസ്റ്റ് പേജിലോ നമ്മളുണ്ട്. ഒരു മന്ത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കോണ്ടൻറ്റുകൾ അത് യൂട്യൂബിലാണെങ്കിലും അതിൽ ഇൻസ്റ്റഗ്രാമിലാണെന്നുണ്ടെങ്കിലും, ബൈ ദ വേ ഇൻ ബിറ്റ്വീൻ നമുക്ക് ഈ യൂട്യൂബിൽ ചാനൽസ് നമ്മൾ റീനെയിം ചെയ്തതാണോ അതോ യൂട്യൂബിൽ എങ്ങനെയാണ് ഇവർക്ക് സിൽവർ ബട്ടൺ കിട്ടിയെന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻ അന്തരീക്ഷത്തിലുണ്ട്. വി വിൽ ഡു എ സെപ്പറേറ്റ് വീഡിയോ. മേർ സാർ അത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. ഒരു മാൽ പ്രാക്ടീസും ഇല്ലാതെ തന്നെയാണ് സിൽവർ ബട്ടൺ ഞാൻ എൻ്റെ ഓഫീസിൽ തൂക്കിയിട്ടിരിക്കുന്നത്. അതിൽ കൺഫ്യൂഷൻസ് ഉള്ള ആളുകൾക്ക്, നമ്മൾ പ്രോഗ്രാമിൽ വരുന്ന ആളുകൾക്ക് നമ്മൾ ആഡ്സ് മാനേജറും അതിൻ്റെ ഡാഷ്ബോർഡൊക്കെ കാണിക്കാറുണ്ട്, ക്യാമ്പയിൻസ് കാണിക്കാറുണ്ട്, പ്ലാൻ എങ്ങനെയായിരുന്നു, എക്സിക്യൂഷൻ എങ്ങനെയായിരുന്നു, എത്രയായിരുന്നു ഒരു സബ്സ്ക്രൈബർക്ക് വരുന്ന കോസ്റ്റ് വന്നത്, കണ്ടൻറ്റുകൾ എന്തായിരുന്നു ഉപയോഗിച്ചത്, എങ്ങനെയൊക്കെയായിരുന്നു നമ്മൾ അതിൻ്റെ പ്ലേലിസ്റ്റ് സെറ്റ് ചെയ്തത്, അങ്ങനെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അല്ലേ. നമുക്കതൊരു മറ്റൊരു പോഡ്കാസ്റ്റിലോ അല്ലെങ്കിൽ മറ്റൊരു വീഡിയോയിലോ നമുക്കത് ചെയ്യാം. ബാക്ക് ടു ഈ കമ്മ്യൂണിറ്റിയുടെ കേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, മാർക്കറ്റിംഗ് ടീമിലുള്ളതിനേക്കാൾ കൂടുതൽ, ഇപ്പം ഞാനീ പറഞ്ഞതൊക്കെ മാർക്കറ്റിംഗ് ടീമിൻ്റെ വർക്കാണ്, അതിലുള്ളതിനേക്കാൾ കൂടുതൽ ടീം സ്ട്രെങ്ത് ഉള്ളത് പ്ലേസ്മെൻറ്റ്സിനാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഷാഹുൽ സാർ ഇതിൽ ഫിനാൻസിൻ്റെ ആളെ കൂടി നമുക്ക് ഈ പോഡ്കാസ്റ്റിൽ ഇരുത്താമായിരുന്നു. ഞാൻ എല്ലാ മാസവും അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷനിൽ നിന്ന് സാലറി പോകുന്നതിൽ മാർക്കറ്റിംഗ് ടീമിൻ്റെ സാലറിയേക്കാൾ കൂടുതൽ പോകുന്നത് പ്ലേസ്മെൻറ്റ്സ് ആൻഡ് കമ്മ്യൂണിറ്റി മാനേജ്മെൻ്റ് ആണ്. പക്ഷേ അതിലാണ് ഏറ്റവും വലിയ ഇമ്പാക്റ്റ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. രേഷ്മ കണ്ടിന്യൂ ചെയ്തോ. ഇപ്പോൾ പ്ലേസ്മെന്റ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ ലാസ്റ്റ് മന്ത് നമ്മൾ ഒരു റെക്കോർഡ് ബ്രേക്കിംഗ് നമ്പർ ആയിട്ടുള്ള 102 പ്ലേസ്മെന്റ്സ് എന്നുള്ള നമ്പറിലേക്ക് എത്തി. ഒരു മാസം മാത്രം നമ്മുടെ പ്ലേസ്മെന്റ്സ് കൊടുത്തു. അതും ലൈക്ക് GCC കൺട്രീസ് ഉണ്ട്, അല്ലെങ്കിൽ തന്നെ ഏജൻസീസ് ഉണ്ട്, MNCs ഉണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ലൈഫ് ചേഞ്ച് അതെ ഡിസംബറിൽ നമ്മൾ ചെയ്തതാണ്. ആൻഡ് ജനുവരിയിൽ ഓൺ ദ വേ ആണ്. ഈ കമ്പനികൾക്കൊക്കെ ഡിസംബറിൽ ക്രിസ്മസ് ലീവ്സുകളും വെക്കേഷൻസ് മൂഡൊക്കെ സെലിബ്രേഷൻ ഒക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾ 100-ലധികം പ്ലേസ്മെന്റ്സ് ചെയ്തു എന്നുള്ളതിന് തെളിവുണ്ടോ? ഉറപ്പായിട്ടും നമുക്കത് അത്രയും ഡേറ്റ നമ്മുടെ കയ്യിൽ അതുപോലെ തന്നെ ഉണ്ടോ, ഏതൊക്കെ കമ്പനിയിലാണ്, ഏതൊക്കെ കുട്ടികളാണ്. ഇതിൽ ഈ പ്ലേസ്ഡ് എന്നൊക്കെ പറയുന്ന ഫോട്ടോ, പേര്, കമ്പനി കാര്യങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലും വെബ്സൈറ്റും ഒക്കെ ഉണ്ടല്ലേ? നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ കമ്പനീനെ ടാഗ് ചെയ്യാത്ത അല്ലെങ്കിൽ കമ്പനിയുടെ പേര് കൊടുക്കാത്ത ഒരു പോസ്റ്റർ പോലും അല്ലെങ്കിൽ ഒരു പ്ലേസ്മെന്റ്സിന്റെ റിലേറ്റഡ് ഒരു ഡേറ്റയും നമ്മൾ പബ്ലിഷ് ചെയ്യുന്നില്ല. ഭയങ്കര ട്രാൻസ്പെറൻസി കീപ്പ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അത് കൊണ്ടുപോകുന്നത്. So that we have the solid proof. ഈ കാര്യം രേഷ്മ പറയുമ്പോൾ എനിക്ക് ചെറിയൊരു ഇൻസിഡന്റ് ഓർമ്മ വരികയാണ്. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എൻക്വയറി വരുന്ന ഒരു കാറ്റഗറി ആളുകളിൽ ഓൺട്രപ്രണേഴ്സ് ഉണ്ട്. ഈ ഓൺട്രപ്രണേഴ്സ് പലപ്പോഴും നമ്മൾ വിളിക്കാറുള്ളത് അവർക്ക് സ്വയം പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ തന്നെയാണ്. പക്ഷെ രണ്ടാമത് അവരൊരു ചോദ്യം ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് അവിടെ നിന്ന് പാസ് ഔട്ട് ആയിട്ടുള്ള ആരെങ്കിലും ഒരാളെ തരാൻ പറ്റുമോ നമുക്ക്? അതിപ്പോ ഒരാൾ തരുമെന്നല്ല ചോദിക്കുന്നത്. കഴിഞ്ഞ മാസം റിക്രൂട്ട്മെന്റ് പറഞ്ഞു കൊടുത്തേ നമുക്ക് റേസിൽ വന്നിരിക്കുന്നത് 10 പേരെയാണ് അവർ വന്ന് ഹയർ ചെയ്തത്. അവരുടെ ഇൻഹൗസ് ടീമിനെ ഫുള്ളി ബിൽഡ് ചെയ്തിരിക്കുന്നത് CDA ഇറങ്ങിയ ഒരു 100% CDA ഉൽപ്പന്നം എന്ന് പറയാൻ ഡിപ്പാർട്ട്മെന്റ് പറയാൻ പറ്റും. അതെ യെസ് ഓഫ് കോഴ്സ്. അതിൽ നമ്മുടെ TLന്റെ പൊസിഷനിൽ പോലും നമ്മുടെ തന്നെ ലേണറെയാണ് അവർ എടുത്തിരിക്കുന്നത്, ഒരു ഹയർ സാലറി പാക്കേജ്. ഈവൻ കോഡ്ക്യൂബ്സിൽ ഞങ്ങളുടെ ഏജൻസിയിൽ തന്നെ 20-ലധികം 40-30-ലധികം CDAക്കാരുണ്ടാവും അല്ലേ? റീസെന്റ് നമ്മളതൊരു ലിങ്ക്ഡിൻ പോസ്റ്റ് ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കോഡ്ക്യൂബ്സിൽ മുഴുവനായിട്ടും വർക്ക് ചെയ്യുന്ന CDAക്കാര് യാതായി ക്യാമറയുടെ പിറകിലും CDAക്കാരുണ്ട്. അപ്പോൾ CDA ലൈക്ക് ആൾക്കാർക്കൊരു ട്രസ്റ്റ് വർത്തി ആയിട്ട് വന്നിട്ടുണ്ട്. ലൈക്ക് ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഒരു റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പ്രയോറിറ്റി ഗോസ് ടു CDA എന്നുള്ള രീതിയിലാണ്. വൺസ് നമ്മുടെ നിന്ന് ഹയർ ചെയ്താൽ അവർ വീണ്ടും നമ്മളെ തന്നെ വിളിക്കുന്നുണ്ട്. ദാറ്റ് ഷോസ് ദ ക്വാളിറ്റി. നമ്മൾ കൊടുക്കുന്ന ലേണേഴ്സിന് 100% ഇത് തന്നെ സംഭവിക്കാറുണ്ടോ? ഓഫ് കോഴ്സ്. വേറെ എനിക്കൊരു ഉദാഹരണം പറയാനുണ്ട് കേട്ടോ. ഈ ഒരു കാര്യം പറയുമ്പോൾ ഇപ്പം എൻ്റെ മുന്നേയുള്ള ഓർഗനൈസേഷനിൽ എൻ്റെ ഹയർ അതോറിറ്റി ആയിട്ട് വർക്ക് ചെയ്ത ടെലികോം സെക്ടറിലൊക്കെ വർക്ക് ചെയ്യുന്ന പല ആളുകളും ഇപ്പോഴും വിളിക്കാറുണ്ട്. പല വെബ്സൈറ്റ് അല്ലെങ്കിൽ പല കാര്യങ്ങളും ഞാൻ ഗൂഗിൾ ചെയ്യുന്ന സമയത്താണെങ്കിലും ഇതിൽ ടോപ്പേഴ്സിലിരിക്കുന്ന ആളുകളൊക്കെ CDA പാസ് ഔട്ട് ആയിട്ടുള്ള
ഒരു ലേണേഴ്സ് ആണല്ലോ എന്നുള്ളൊരു ചോദ്യം എൻ്റെ അടുത്ത് പലപ്പോഴായിട്ട് എന്നെക്കാളും എത്രയോ ഹൈറാർക്കിക്കലി എബവ് ആയിട്ട് ഇരിക്കുന്ന ആളുകളുടെ അടുത്ത് എനിക്ക് വന്നിട്ടുണ്ട്. നമ്മളൊരു റിക്രൂട്ട്മെന്റ് ഏജൻസി സ്റ്റാർട്ട് ചെയ്താലോ? അത് അടിപൊളിയായിട്ട് പോകുന്നതാണ് പറയാനുള്ളത്. നമ്മൾ 2019 ഒരു ഏജൻസി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എനിക്കൊരു SEOയിൽ ഒരു ടീം മെമ്പറെ കിട്ടാൻ ഞാൻ ഒരു വർഷത്തോളം ഹയറിങ്ങും ക്യാമ്പയിൻസും ഒക്കെ ആയിട്ട് പോയി. അന്ന് ഹാർട്ടി വിർജിൻ ആൻഡോ തൃശ്ശൂരിൽ നിന്നും ഒരു ഏജൻസിയിൽ വർക്ക് ചെയ്ത് കാലിക്കറ്റിൽ വന്ന ഹാർട്ടി ഈ വീഡിയോ കാണുന്നുണ്ടാവും, കാനഡയിലാണ് ഇപ്പോൾ ഉള്ളത്. ഹാർട്ടി നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുകയും SEOയിൽ എനിക്കൊരു ടീം മെമ്പറാണ് ഉള്ളത്. അത് അത്രയും കഷ്ടപ്പെട്ട് ഹയർ ചെയ്തിട്ടാണ്. ആ ഹാർട്ടി മിസ് ഉണ്ടാക്കിയ കരിക്കുലം, ആ ഹാർട്ടി മിസ് ഉണ്ടാക്കിയ മൊഡ്യൂൾസിൽ ഇന്ന് ആയിരക്കണക്കിന് SEO ചെയ്യുന്ന ആളുകൾ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റി. അതാണ് പിന്നീട് നമ്മൾ ഫോളോ ചെയ്തത്. ആർട്ടിമിസ് ഉണ്ടാക്കിയിട്ടുള്ള മൊഡ്യൂൾസുകൾ, പ്രാക്ടീസസുകൾ, അസസ്മെൻറ്റുകൾ, SEO റാങ്കിങ്. ആളുകൾ പലതും പറയുമെങ്കിലും സ്റ്റിൽ നമ്മൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഉറങ്ങിക്കൊണ്ടിരുന്ന സെഷൻസ് ആയിരുന്നു പലപ്പോഴും SEOയുടെ കാര്യത്തിൽ. കാര്യം ഇവർ ഈ പറയുന്ന റോബോട്ടോ TXT, URL കാനോണിക്കലൈസേഷൻ, അതല്ലെങ്കിൽ കീവേഡ് ഡെൻസിറ്റി, കീവേഡ് പ്രോക്സിമിറ്റി, ഇതൊക്കെ ആളുകൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ടേമുകളൊന്നും അല്ല. സെർച്ച് ചെയ്യാൻ അറിയാം. ഇപ്പോൾ സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജിനെ ഇവർ പറഞ്ഞ് പഠിപ്പിക്കുക SERP എന്നുള്ളതാണ്. ഓൺ പേജിൽ SEOയുടെ പ്രാക്ടീസസുകൾ മുഴുവൻ നിങ്ങൾ വായിച്ചു നോക്കുകയാണെങ്കിൽ മൊഡ്യൂൾസ് കണ്ടാൽ തന്നെ നമുക്ക് തോന്നും ഇതെന്തോ ഒരു വലിയ റോക്കറ്റ് സയൻസ് ആണെന്നുള്ളത്. ഇതാണ് ഇവർ വളരെ സിമ്പിളായിട്ട് ഓരോ ലേണറിനും ഏറ്റവും ഭംഗിയായിട്ട് പ്രാക്ടീസസിലൂടെ ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ പോലും ചാടി ചാടി ഇരുന്നുകൊണ്ട് പ്രാക്ടീസ് ചെയ്യാറുണ്ട് അല്ലേ. അവാർഡ്സുകളും SEOയുടെ കാര്യങ്ങളൊക്കെ എത്താറുണ്ട്. ആർട്ടിമിസിൻ്റെ ഞാൻ പറഞ്ഞു പോകുന്നതാണ്, ആ ഒരു ഷോർട്ടേജ് അല്ലെങ്കിൽ അങ്ങനെ ഹയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ നമുക്ക് കാൻഡിഡേറ്റ്സ് ഇല്ല. ഞാൻ ആലോചിച്ചപ്പം എവിടുന്ന് നമുക്ക് കാൻഡിഡേറ്റ്സിനെ കിട്ടും? നമ്മുടെ യൂണിവേഴ്സിറ്റീസിൽ നിന്ന്, നമ്മുടെ കോളേജസിൽ നിന്ന്, നമ്മുടെ MBA അല്ലെങ്കിൽ BCom, BBA, BTech ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ള ക്യാമ്പസിൽ നിന്ന് പുറത്തു വരുന്ന കക്ഷിക്ക് എങ്ങനെ ഗൂഗിൾ ആഡ്സ് റൺ ചെയ്യാൻ അറിയും? അവനെന്ത് ഗൂഗിൾ അനലിറ്റിക്സ് വന്നു, അവനെന്ത് ഫേസ്ബുക്ക് പിക്സൽ മെറ്റ ആഡ്സ് മാനേജർ വന്നു. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഇൻഡസ്ട്രിയും നമ്മുടെ അക്കാഡമിക് കരിക്കുലം അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികൾ തമ്മിലൊരു ബ്രിഡ്ജ് ഉണ്ട്. അതിനെ നമ്മൾ കുറയ്ക്കുക എന്നുള്ളതാണ് CDA അന്നും ഇന്നും ചെയ്തത്. ഇപ്പം നമ്മൾ കഴിഞ്ഞ മാസം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയിൽ നിഫ്റ്റിലെ സെഷൻ എടുത്തിരിക്കുന്നത് കോർഡിനേഷൻ CDAയിലെ ടീം മെമ്പേഴ്സാണ്. കമ്മിങ് മന്ത്സുകളിലും ആ സെഷൻസ് എടുക്കാൻ നമ്മുടെ ടീം പോകുന്നുണ്ട്. അതൊക്കെയും ഈ ടൈംസ് ഓഫ് CDAയിൽ ഞാൻ കാണുന്നുണ്ട്. എഗെയിൻ ക്രെഡിറ്റ്സ് ടു റിഷാദ് ആൻഡ് ടീം. എല്ലാ മന്തും CDAയുടെ മുഴുവൻ ആക്ടിവിറ്റീസുകളും ഈ ഒരു ടൈംസ് ഓഫ് CDA എന്നുള്ള മാഗസീൻ പോലെ, പ്രസ് റിലീസ് പോലെ ഇവർ പുറത്തിറക്കുകയാണ്. അതിൽ നിഫ്റ്റിലെ ട്രെയിനിങ് വരുന്നു, രേഷ്മ പറഞ്ഞ പോലെ 100-ലധികം പ്ലേസ്മെൻറ്റ്സ് കഴിഞ്ഞത് വരുന്നു, റിക്രൂട്ട്മെൻറ്റ് ഡ്രൈവ് കണ്ടക്ട് ചെയ്തത് വരുന്നു, നമ്മുടെ കോൺവക്കേഷൻസുകൾ വരുന്നു, പ്ലേസ്മെൻറ്റ്സ് വരുന്നു. മേജറായിട്ടുള്ള പ്ലേസ്മെൻറ്റ്സ് മാത്രമാണ് വരിക അല്ലേ. ഇതിലെനിക്ക് മാധ്യമത്തിനെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്, മനോരമയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ കാണുന്നുണ്ട്. ഷാബ് സാർ, നമ്മൾ ഓൺലൈൻ കോഴ്സസിലേക്ക് വരുന്ന സമയത്ത് ഈ പ്രൊഫഷണൽസൊക്കെ ഒക്കെ ബാക്ക്ഗ്രൗണ്ട് നേരത്തെ ഇവിടെ പറഞ്ഞു, ഡെലിവറി ബോയ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് വരുന്നു പറഞ്ഞു. ഓൺലൈൻ പ്രോഗ്രാംസിൽ ഏതൊക്കെ ഓർഗനൈസേഷനും അല്ലെങ്കിൽ ഏതൊക്കെ പ്രൊഫഷണൽസ് ആണ് നിങ്ങളുടെ പ്രോഗ്രാമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്? അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ആദ്യത്തെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ, ഡെമോഗ്രഫിക്സ് വെച്ച് നോക്കുമ്പോൾ ജോബ് കരിയർ ഗ്യാപ്പ് വന്നവർ എന്നുള്ളത് മാത്രമായിരുന്നു ഓൺലൈൻ പ്രോഗ്രാം. ശരിക്കും ഇത് അവർക്ക് വലിയൊരു ഓപ്ഷൻ ആട്ടോ. മാരീഡ് ആയിട്ട് ഒരു കുട്ടിയാവുന്നു, 1-2 കുട്ടികളാവുന്നു, ഇനി എന്ത് വാട്ട്സ് നെക്സ്റ്റ് ചോദിക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനായിട്ടാണ് ഏത് ഓൺലൈൻ പ്രോഗ്രാംസുകളും. കാരണം അവനെൻ്റെ വീട്ടിലിരുന്നിട്ട് 1-2 മണിക്കൂർ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു, അതിൻ്റെ ടാസ്കുകൾ ചെയ്യുന്നു, 3-4 മാസം കൊണ്ട് അവൻ ട്രെയിൻഡ് ആവുന്നു, സർട്ടിഫൈഡ് ആവുന്നു, ഒരു സ്കില്ലാണ് പഠിക്കുന്നത്. സ്കില്ല് തികച്ചും സ്കില്ല് കാശുണ്ടാക്കാൻ പറ്റുന്ന പരിപാടിയാണല്ലോ. എസ്പെഷ്യലി ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഞാൻ ചോദ്യത്തിലോട്ട് വരാം, എൻ്റെ ഉത്തരത്തിലോട്ട് വരാം. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമ്മൾ പഠിക്കുമ്പോൾ നോർമലി പറയുന്നത് B.Ed പഠിച്ചു കഴിഞ്ഞാൽ ടീച്ചറാവാൻ കഴിയുള്ളൂ. പക്ഷെ നമ്മുടെ പറഞ്ഞാൽ ഡൈവേഴ്സ് ആയിട്ടുള്ള ഇതിലോട്ട് പോവാം. മേ ബി ഒരു വേർഡ് പ്രസ് ഡെവലപ്പറായിട്ട് മാറാം, കോണ്ടന്റ് ക്രിയേറ്റർ ആവാം, കോണ്ടന്റ് റൈറ്റർ ആവാം, SEO-കാരിയാവാം, SEO-കാരനാവാം, വോട്ടെവർ SMM, ഇങ്ങനെ അത് കിടക്കുക. അത് വേറെ തന്നെ നമുക്ക് വേണ്ടി വന്നാൽ പറയാവുന്ന ഒരു സംഭവം. ശരി, അപ്പോൾ അതെ, ഓഫ് കോഴ്സ് ആ ഒരു ഗ്യാപ്പ് ഉള്ളത് എന്നത് മാറ്റിയിട്ട് ഇപ്പം സാറേ എവിടെയാണ് ഇപ്പോൾ ഫസ്റ്റ് ഡേയിൽ നമുക്കൊരു ചടങ്ങുണ്ട്. ഈ ഒരു വല്ലാത്ത കസ്റ്റമർ, നിങ്ങൾ ആരാണ് എന്താന്ന് കാരണം എക്സൈറ്റഡ് ആയിട്ടാണല്ലോ പുതിയ. ഇപ്പോൾ ഒരു ട്രെയിനറെ സംബന്ധിച്ചിടത്തോളം ഒരു ബാച്ച് ഓൺബോർഡ് ചെയ്യുമ്പോൾ മുന്നിൽ കാണുന്ന 30-40 മനുഷ്യന്മാർ അല്ലെങ്കിൽ 20 ആൾക്കാർ, വോട്ടെവർ അതിൻ്റെ കൗണ്ടിലെല്ലാ കാര്യം സ്ക്രീനിൽ കാണുന്നവരായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെ ഒരുങ്ങി പിടിച്ച് നമ്മൾ പോയിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറയുകയാണ്. ഇനി നിങ്ങളാരാന്ന് അറിയാൻ വല്ലാത്തൊരു ആകാംക്ഷ ഉണ്ടെന്ന് പറയുമ്പോൾ, സാറേ ഞാൻ കോണ്ടന്റ് റൈറ്ററായിട്ട് മലയാള മനോരമയിൽ വർക്ക് ചെയ്യാണ്, മനസ്സിലാവുണ്ടല്ലോ. അതല്ലെങ്കിൽ ഞാൻ ഫോട്ടോഗ്രാഫറാണ്, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറായിട്ട് ഇന്ന രീതിയിൽ ഇതാ എനിക്ക് പോർട്ട്ഫോളിയോ ആണ്. ഈ അടുത്ത് തന്നെ എക്സൈറ്റ് ചെയ്തത്, ഞാനൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, ഞാൻ ബഹ്റൈനിലാണ് എന്ന് പറഞ്ഞു. ബഹ്റൈനിലാണോ ഒമാനിലാണോ, ഐ ഫോർഗോട്ട് ദാറ്റ് വൺ എക്സാക്ട്ലി. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് തുടങ്ങി. അപ്പോൾ ഞാൻ കുട്ടിയോട് ചോദിച്ചു വന്നിട്ട്, പിന്നെ ക്ലാസ് കഴിഞ്ഞിട്ട്, അപ്പോൾ നോക്കുമ്പോൾ 314K ഫോളോവേഴ്സ് ഉള്ള കാര്യമുണ്ട്. അപ്പോൾ യൂട്യൂബിൽ മാത്രമാണോ? അല്ല, ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ ഇത്രയും ഫോളോവേഴ്സ് ഉള്ള. എന്താണ് കോണ്ടന്റ് എന്ന് വെച്ചാൽ ഈ
അമ്മമാർക്ക് മാത്രമായിട്ടുള്ള ഒരു ഓഡിയൻസ് ഉണ്ടല്ലോ, ടാർഗറ്റഡ് ഓഡിയൻസ്. മദേഴ്സിന് എങ്ങനെ ടോഡ്ലേഴ്സിനെ പാമ്പർ ചെയ്ത് ഉഷാറാക്കി. ഇതാണ്. എന്നാൽ ഇയാൾ വലിയ ഡോക്ടറേറ്റോ വേറെ എന്തെങ്കിലും വലിയ വലിയ കാര്യങ്ങളോ ചെയ്യുന്ന ആളൊന്നുമല്ല. പക്ഷെ ഒരു ഓഡിയൻസിന് ആൾ നീഷിനെ കണ്ടെത്തുന്നു, കൊടുക്കുന്നില്ല. ഇനി ഇതൊക്കെ പോട്ടെ, ഇപ്പം ഞാൻ IBM-ലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. വർക്ക് ഫ്രം ഹോമിലാണ് ഇപ്പം. കുറച്ച് ഹെൽത്ത് ഇഷ്യൂ കാര്യങ്ങളായിട്ട് ഞാൻ വർക്ക് ഫ്രം ഹോമിലാണ്. സോ ഐ തോട്ട് അബൌട്ട് എ കരിയർ സ്വിച്ച്. ഇന്ന് അതിൽ നിൽക്കുന്നില്ല. കോട്ടയംകാരി ആള് എന്താ പറയുക, ഇൻഫോസിസിൽ വർക്ക് ചെയ്യുന്നു, ട്രിവാൻഡ്രം ക്യാമ്പസിൽ. അങ്ങനെ ഈവൻ EY-യിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, ഈവൻ ഇൻക്ലൂഡിങ് റിലയൻസിലൊക്കെ ആയിട്ട്. അപ്പോൾ അത് ഇപ്പോൾ പറയുമ്പോൾ വിചാരിക്കും എല്ലാം ടോപ്പ് നോച്ച് കമ്പനീസിനെ മാത്രം ലിസ്റ്റ് ഔട്ട് ചെയ്യണം. അല്ല, ഇതിപ്പോൾ നമുക്ക് ഇങ്ങനത്തെ കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു വല്ലാത്ത ഫീലിംഗ് ഉണ്ട്. ഇപ്പോൾ IBM-ലൊക്കെ ഉള്ള ആള് സൈബർ സെക്യൂരിറ്റി, ഡേറ്റ അല്ലെങ്കിൽ ഫയർവാൾസ്, വാട്ട് എവർ, അങ്ങനത്തെ ടോപ്പ് നോച്ച് ആയിട്ടുള്ള നെറ്റ്വർക്കിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്തുള്ള ആലുവാക്കാരൻ. ഇപ്പോൾ നമ്മുടെ CMS-നൊക്കെ ആൾ വന്നിട്ടുണ്ടായിരുന്നു പ്രോഗ്രാമിന്, നേരിട്ട് കണ്ടു. എനിക്ക് ഭയങ്കര സന്തോഷം. ആള് പറഞ്ഞ ആള് അന്ന് ഗ്രൂപ്പിൽ റിവ്യൂ നടന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഉച്ചക്ക് എനിക്ക് ലീവ് ചെയ്യേണ്ടി വന്നു, ഭയങ്കരമായിട്ട് ആ പ്രോഗ്രാം നടത്തി എന്നൊക്കെ പറയും. അപ്പോൾ ഇങ്ങനത്തെ ആളുകളാണ് ഇപ്പം പ്രോഗ്രാമിലുള്ളത്. ഇത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി വല്ലാതെ കൂട്ടുന്നു എന്നുള്ളതാണ് കാര്യം. നേരത്തെ ഒരു ജോബ് എന്ന ലക്ഷ്യത്തിലാണ് ആൾക്കാർ വന്നതെങ്കിൽ ഇന്ന് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വലിയ പ്രൊഫഷണൽസ്, ഓൺട്രപ്രണേഴ്സ്, അറിയാവുന്ന വലിയ ബിസിനസ് ഗ്രൂപ്പുകളിൽ നിന്ന് ആളുകൾ നമ്മുടെ ഓൺലൈൻ പ്രോഗ്രാമിലേക്ക് വരുന്നു. ഷാവുൽ സാർ, CDയിൽ നമുക്ക് ക്രിയേറ്റേഴ്സിൻ്റെയും മാർക്കറ്റേഴ്സിൻ്റെയും പ്രോഗ്രാമുകളാണുള്ളത്. ഇന്നൊരാൾക്ക് എങ്ങനെയൊക്കെ CDയിൽ നിന്ന് പ്രോഗ്രാംസുകൾ ഏതൊക്കെ രീതിയിൽ ചെയ്യാൻ വേണ്ടി പറ്റും? ഓക്കെ, ഇപ്പം നമുക്ക് ആക്ച്വലി ആളുകൾക്ക് വരുന്ന സാഹചര്യങ്ങളും അവരുടെ ലൈക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എങ്ങനെയൊക്കെ ഏതൊക്കെ മോഡിൽ പഠിക്കാൻ പറ്റും ആ രീതിയിൽ തന്നെ നമ്മളുടെ കോഴ്സുകളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. CDയെ സംബന്ധിച്ചിടത്തോളം റെഗുലർ ഓഫ്ലൈൻ പ്രോഗ്രാമുകൾ അവൈലബിൾ ആണ്. മൺഡേ ടു ഫ്രൈഡേ എന്നുള്ള രീതിയിലാണ് അതിൻ്റെ ക്ലാസ് സെഷൻസ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് വീക്കെൻഡ്സ്, നമ്മൾ ഈ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ്, ഓൺട്രപ്രണേഴ്സിനൊക്കെ വേണ്ടിയിട്ടാണ് വീക്കെൻഡ് പ്രോഗ്രാമുകൾ, സാറ്റർഡേ സൺഡേസ് ആയിട്ട് ഫുൾ ഡേ പ്രോഗ്രാം ആയിട്ടാണ് നമ്മളത് കണ്ടക്ട് ചെയ്യുന്നത്. അതുപോലെ നമ്മളുടെ അക്കാഡമീസിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓൺലൈൻ ആയിട്ടുള്ള രീതിയിൽ ലൈവ് വേർഷൻ, ലൈവ് ഓൺലൈൻ. നമ്മളത് ഓൺലൈനിലാണെന്ന് പറയുമെങ്കിൽ പോലും ശരിക്കും നമ്മൾ ആ സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് പരസ്പരം ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരു റൂമിൽ ഇദ്ദേഹത്തെ ഇരുത്തിയാൽ പോലും പുറത്ത് മറ്റാൾക്ക് മറ്റൊരു പണിയെടുക്കാൻ പറ്റില്ല. ആ രീതിയിലാണ് ഷൗട്ട്. ഞാൻ പറഞ്ഞത് അങ്ങനെ ബഹ്റൈനിൽ പോയി ക്ലാസ് എടുത്തോളൂ എനിക്ക് ചോദിക്കാറുണ്ട്. കാര്യം ഓൺലൈനിൽ ഇരിക്കുന്ന കുട്ടികൾ പല കൺട്രിയിൽ നിന്ന് വന്ന ആളുകളാണ്. പക്ഷെ അവരോട് നമ്മളൊരു സംസാരിക്കുന്നത് ഓൺലൈനിലാണെന്നൊരു ഫീലിലല്ല നമ്മളുള്ളത്. വളരെ പ്രസന്റേഷൻസ് ഓൺലൈനിൽ കാണാറുണ്ട്, ഇന്ററാക്റ്റീവ് ആയിട്ടാണ് പോകാറുള്ളത്. ഈ വീക്കെൻഡിന്റെ കേസിൽ മേരെ സാർ നമുക്ക് ഓഫ്ലൈനിലാണ് ഈ വീക്കെൻഡ് ബാച്ചസുകൾ നടക്കുന്നത്. കോഴിക്കോടാണെങ്കിൽ നമ്മൾ മെയിനായിട്ട് വീക്കെൻഡ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ ഫോർ പിന്നെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക്, പ്രൊഫഷണൽസ് ആൻഡ് ബിസിനസ് ഓണേഴ്സിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഹുദീഫ് സാർ നേരത്തെ പറഞ്ഞ പോലെ ജെൻസി ഇവരെ ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് വേറെ ലെവലാണ് ഇപ്പോൾ. അതെ അതെ, അവരിപ്പം റെഗുലർ ഡേയ്സിൽ കോളേജിൽ പോയിട്ട് പിന്നെയുള്ള 2 ഡേയ്സ് CDയിലേക്ക് വരാനാണ് വരുന്നത്. ഇവരെയാണ് നമ്മൾ ഈ കുറ്റപ്പെടുത്തുന്നത്. അല്ല, ഈ കുറ്റപ്പെടുത്തൽ കാലങ്ങളായിട്ടുള്ളതാ ഓരോ ജനറേഷന്. നമ്മളത് മൈൻഡ് ചെയ്യേണ്ട മാറിക്കൊണ്ടിരിക്കുന്നത്. അതിങ്ങനെ വരും. ഇപ്പോൾ എൻ്റെ ഒപ്പം പറയായിരുന്നു ഞങ്ങളൊക്കെ നടന്നിട്ട് സ്കൂളിൽ പോയി. ഇപ്പൊ ഞാനെന്താ പറയുന്നത്, ഇപ്പൊ നമ്മൾ AC ഇല്ലാത്ത ബസ്സിലാണ് പോയിരുന്നത്. അവരിനി എന്താ പറയാ, അല്ലെ? അതങ്ങനെ മാറി. അതൊരു സോക്കോൾഡ് ഒരു പ്രാക്ടീസിങ് മാത്രം. മറ്റൊരു കാര്യം എടുത്തു പറയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം വീക്കെൻഡ് ബാച്ചിന്റെ കേസിൽ നമ്മളിപ്പോൾ റീസെന്റ് കഴിഞ്ഞ കോൺവെക്കേഷനിൽ 6 അവാർഡ്സ് ഉണ്ടായിരുന്നു. നമ്മളതിൽ 6 അവാർഡ്സിൽ 4 അവാർഡ്സും കംപ്ലീറ്റ്ലി വീക്കെൻഡ് ബാച്ചിലാണ്. അവർ കൂടുതൽ എഫേർട്ട് എടുക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. യെസ്, അതുപോലെ വീക്കെൻഡ് ബാച്ചസ് നമ്മൾ സക്സസ് ആവാനുള്ള ഒരു റീസൺ ഒന്ന്, കാലിക്കറ്റ് ആണെങ്കിൽ നമ്മൾ പിൻകോഡ് നമ്പർ 1 YMCA ക്രോസ് റോഡിലാണ് നമ്മളുള്ളത്. മലപ്പുറത്താണെങ്കിലും കണ്ണൂരാണെങ്കിലും കോഴിക്കോടാണെങ്കിലും ബൈ ട്രെയിൻ, ബൈ റോഡ്, ബസ് വഴിയൊക്കെ എളുപ്പത്തിലെത്താൻ പറ്റും. ആൻഡ് കൊച്ചിയിലാണെങ്കിൽ നമ്മൾ കാക്കനാടാണുള്ളത്. IT ഹബ്ബാണ് കാക്കനാടാണ്. കൊച്ചിയിൽ ഇൻഫോ പാർക്കിൻ്റെ അടുത്ത് ചിറ്റേത്തരാണ് നമ്മൾ. സോ വീക്കെൻഡ് ആൻഡ് ഓൺലൈൻ റെഗുലർ ഓഫ്ലൈൻ പ്രോഗ്രാംസുകളിലൂടെയാണ് CDയിൽ ഒരാൾക്ക് ഒരു ക്രിയേറ്റർ അല്ലെങ്കിൽ ഒരു മാർക്കറ്റർ ആവാനുള്ള ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുക. കമ്മ്യൂണിറ്റിയുടെ മാനേജ്മെൻറ്റാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് അപ്പാർട്ട് ഫ്രം ദിസ് പ്ലേസ്മെൻറ്റ്സ് ആൻഡ് ഗെറ്റിംഗ് ഫസ്റ്റ് ജോബ് ഓർ പ്രൊമോഷൻസ്, ജോബിലേക്ക് പോകാനപ്പുറത്തോട്ടേക്ക് മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഈ കമ്മ്യൂണിറ്റി മാനേജ്മെൻറ്റ് ടീം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ കമ്മ്യൂണിറ്റി മാനേജ്മെൻറ്റിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ വെൽഫെയർ ആണ് മെയിൻലി നോക്കുന്നത്. അതിൽ മെയിൻ തിങ് എന്ന് പറയുന്നത് ഇപ്പോൾ കോഴ്സ് കഴിഞ്ഞിട്ടാണെങ്കിലും പുതുതായിട്ട് വരുന്ന മാറ്റങ്ങൾ അവർക്ക് നമ്മൾ തന്നെ പറഞ്ഞു കൊടുക്കണം എന്നുള്ളൊരു ഐഡിയയിൽ നമ്മൾ തുടങ്ങിയതാണ് ഗ്രോ ഹെഡ് പ്രോഗ്രാം. യെസ്, ഇൻഡസ്ട്രിയിലുള്ള സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ, എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർ വരുന്നു. സൺഡേസ് ഇവർക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ സെഷൻസ് കൊടുക്കുന്നു. സോ അപ് ടു ഡേറ്റ് ആയിട്ട് അവർ ഇരിക്കാൻ പറ്റും. ഒരു ഡിജിറ്റൽ മാർക്കറ്റിന് വേണ്ട ഫസ്റ്റ് ക്വാളിറ്റിയാണ് അപ് ടു ഡേറ്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത്.
സോ അതിന് നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുന്നു. മീറ്റപ്സ് അതിൽ എസ്പെഷ്യലി പറയേണ്ടതാണ് നമ്മൾ ലാസ്റ്റ് മന്ത് നടത്തിയ CMS, Creators and Marketers Summit. മാർക്കറ്റേഴ്സ് ഒക്കെ വന്നു, അതേപോലെ ഇൻഫ്ലുവൻസേഴ്സ്, ഓണ്ടർപ്രണേഴ്സ് എല്ലാവരുമായിട്ട് വന്ന് എല്ലാവരെയും മീറ്റ് ചെയ്യാൻ പറ്റുക, ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുക പരസ്പരം എല്ലാവരുമായിട്ട്. 5-6 വർഷമായിട്ട് നമ്മുടെ പ്രോഗ്രാമിന്റെ ഭാഗമായിരുന്ന എല്ലാ ആളുകളും ആ റൂമിന്റെ അകത്ത് ഒരുമിച്ച് ചേർന്ന് അവർ പരിചയപ്പെട്ടു, കണ്ടു, അവരുടെ നെറ്റ്വർക്ക് കുറെ കൂടി സ്ട്രോങ്ങർ ആയി മാറി എന്നുള്ളതാണ്. സോ ആ നെറ്റ്വർക്കിൻ്റെ സ്ട്രെങ്ത് ഭയങ്കര വലുത് തന്നെയാണ്. ബിക്കോസ് CMSൽ വന്ന് നമ്മുടെ റിസോഴ്സ് പേഴ്സൺസ് പോലും വന്നിട്ട് നമ്മളോട് റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ട് സംസാരിക്കുകയാണ്. ലൈക്ക് നമുക്ക് നിങ്ങളുടെ കുട്ടികളെ തരുമോ എന്നുള്ളത്. ഇപ്പോൾ അതിൽ വന്നവർക്ക് നമ്മളിപ്പോൾ കുട്ടികളെ കൊടുത്ത് ഇന്റർവ്യൂ പ്രോസസ് ഓൺ ഗോയിങ് ആണ്. ഷോസ് ദ നെറ്റ്വർക്കിംഗ്, ദ പവർ ഓഫ് രേഷ്മയുടെ ഡിപ്പാർട്ട്മെന്റിൽ റിക്രൂട്ടേഴ്സിന്റെ എൻക്വയറീസുകളുടെ എണ്ണമാണോ കൂടുതൽ അതോ ജോബ് ഹണ്ടിങ്ങിലുള്ള കാൻഡിഡേറ്റ്സിന്റെ എണ്ണമാണോ കൂടുതൽ? ഓഫ് കോഴ്സ് റിക്രൂട്ടേഴ്സിന്റെ എണ്ണം ഞാൻ ഇന്റർവ്യൂ മീറ്റിംഗിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യമാണ്, ബട്ട് ഞാനത് ഒന്നുകൂടി ഓഫ് കോഴ്സ് റിക്രൂട്ടേഴ്സിന്റെ ആണ് കൂടുതൽ. ബിക്കോസ് ഈ മന്ത് നമുക്ക് കൊടുക്കാൻ കുട്ടികളെ ഉണ്ടായില്ല, നമ്മുടെ കയ്യിൽ പൂളില്ല. കാരണം വേക്കൻസീസ് വരുന്നുണ്ട്, ലൈക്ക് ഒരു ഡേ തന്നെ 25-30 നമ്പേഴ്സ് ഓഫ് കമ്പനീസ് കണക്ട് ചെയ്യുന്നു, വേക്കൻസീസ് വരുന്നു. പക്ഷെ ഇതിനൊക്കെ കൊടുക്കാൻ റെസ്യൂമേസ് വേണം, അപ്ലൈ ചെയ്യാൻ കുട്ടികൾ വേണം. അതെ, അപ്പോൾ ഞാൻ ഓൾറെഡി മാത്സ് സാറിനെ ഷാഫ് സാറിനെ വിളിക്കുക, എപ്പോഴാണ് കോൺവൊക്കേഷൻ ഷീറ്റിൽ കുട്ടികളെ ആഡ് ചെയ്യും, നമുക്ക് റെസ്യൂമേ ഇല്ല എന്നുള്ള രീതിയിൽ പറയുന്നത്. അത് ഈവൻ അഡ്മിഷൻ ടീമിലേക്ക് വരാറുണ്ട് കേട്ടോ ഈ എൻക്വയറീസ്. ഓൺ ആൻ ആവറേജ് ഒരു 20 എൻക്വയറീസ് റിക്രൂട്ടേഴ്സ് കാൻഡിഡേറ്റ്സിന് വേണ്ടി വിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മന്തിലേക്ക് വരുന്ന സമയത്ത് എത്ര വരും കണക്കുകൾ? 20x30 വെച്ച് ചെയ്യുകയാണെങ്കിൽ 600 വരും. അക്കാഡമിക്സ് ടീമിനെ സംബന്ധിച്ചിടത്തോളം 500 ന്യൂ ഡിജിറ്റൽ മാർക്കറ്റേഴ്സിനെ മന്ത്ലി പ്രൊഡ്യൂസ് ചെയ്യണം. ഈ ഇൻസൈറ്റ് വെച്ചിട്ടാണ് ഞങ്ങൾ വർക്ക് ചെയ്യുക. ഞങ്ങൾ പുതിയ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കും, ഓൺലൈൻ ബാച്ചസുകൾ അല്ലേ നമ്മൾ ആ പരിപാടികളിലേക്ക് പോകും ഉറപ്പായിട്ടും. വേറെ ഒന്നുള്ളത്, പലപ്പോഴും ഞാൻ നിങ്ങൾ റിപ്പോർട്ട്സുകൾ നോക്കുന്ന സമയത്തെ നോട്ട് ലുക്കിംഗ് ഫോർ ജോബ് എന്നുള്ളൊരു കോൾ ഉണ്ട്. നോട്ട് ലുക്കിംഗ് ഫോർ ജോബ് എന്നുള്ളത് നമ്മളാണെങ്കിൽ പ്ലേസ്മെന്റ്സ് സെലിബ്രേറ്റ് ചെയ്യാൻ എങ്ങനെയെങ്കിലും ഇതൊരു 100 മുകളിലോട്ട് എല്ലാ മന്തും അടിക്കണം എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്ത് ഒരുപാട് പേര് ഇതിനു വേണ്ടി വർക്ക് ചെയ്യാം. റിക്രൂട്ടേഴ്സിന്റെയും ലേണേഴ്സിന്റെ ഇടയിലാണ് ഇവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഈ ടീം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നോട്ട് ലുക്കിംഗ് ഫോർ ജോബ് എന്താണ് ഇവരുടെ ഒരു അവസ്ഥ? അത് ഒന്നുകിൽ ഇവരുടെ തന്നെ ബിസിനസ്സിന് വേണ്ടിയിട്ട് പഠിക്കാൻ വരുന്ന ആൾക്കാരുണ്ട്, ഓൺട്രപ്രണേഴ്സ് ആണ് അവരെ പിന്നെ നമ്മൾ മറ്റൊരു ജോലിയിലേക്ക് വിട്ടിട്ട് കാര്യമില്ല. യെസ് ഓഫ് കോഴ്സ്, അത് അവർക്ക് അവരുടെ ഒരു ചൈൽഡ് ഓൾറെഡി ഉണ്ടല്ലോ, പിന്നെ അതിന് പോണ്ടാന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ നമുക്ക് ഇതുപോലെ തന്നെ ഈ ഡിജിറ്റൽ നൊമാഡ് അല്ലെങ്കിൽ ഫ്രീലാൻസിങ് മാത്രം നോക്കുന്നതെന്ന് പറഞ്ഞ് വരുന്ന ആൾക്കാരുണ്ട്. കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആയിട്ട് വർക്ക് ഫ്രീഡം വേണം എന്ന് ആഗ്രഹിച്ച് വരുന്നത്. സോ അങ്ങനെയുള്ള കുട്ടികളെ നമുക്കിപ്പോ എത്ര നിർബന്ധിച്ചിട്ട് കാര്യമില്ല, ബിക്കോസ് അവരുടെ മൈൻഡ് സെറ്റ് അതാണ്. റസിലൊക്കെ കശ്മീരിലൊക്കെ ആയിട്ട് ട്രാവൽ ചെയ്ത് പോകുന്നുണ്ട്, എനിക്കും ആഗ്രഹമുണ്ട് അങ്ങനെയൊക്കെ പോയാലും. ലാസ്റ്റ് വീക്ക് ആള് വന്നിട്ടുണ്ടായിരുന്നു നമ്മളെ കാണാൻ വേണ്ടിയിട്ട്, കാക്കനാട് ഓഫീസിൽ വന്നിട്ടുണ്ടായിരുന്നു. കാശ്മീർ ട്രിപ്പ് കഴിഞ്ഞ് വന്നപ്പോൾ ട്രെയിനിൽ വെച്ച് നമ്മുടെ തന്നെ ലേണറിനെ കണ്ടിട്ട് കൂടെ അങ്ങ് പോന്നു. ആൾ ജോലി ചെയ്തുകൊണ്ട് തന്നെ വർക്ക് ചെയ്യുന്ന, ലൈക് ട്രാവൽ ചെയ്യുന്നു, ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ദാറ്റ്സ് ഗ്രേറ്റ്. ഡിജിറ്റൽ നൊമാഡുകൾ ഈ ഫ്രീലാൻസേഴ്സ് വ്യത്യസ്തമാവുന്നത് അവർ ട്രാവൽ ചെയ്തുകൊണ്ടും ഹോളിഡേ ലേഷർ ഡെസ്റ്റിനേഷൻസ് എന്നൊക്കെയാണ് ഇവരുടെ വർക്ക് പോകുന്നത് അല്ലേ. കമ്മ്യൂണിറ്റി മാനേജ്മെന്റ് പ്ലേസ്മെന്റ്സ് എന്നൊക്കെ പറയുന്ന വലിയ ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് നമ്മളെ ഓർഗനൈസേഷൻ റിസൾട്ട് എന്നൊക്കെ പറയുന്നത്. ഞാൻ എപ്പോഴും ഷാവുൽ സാറിൻ്റെ അടുത്തും രേഷ്മയുടെ ഒരുമിച്ച് പറയാറുണ്ട്, അഡ്മിഷൻസിലെ നമ്പേഴ്സിനേക്കാൾ നമുക്ക് സന്തോഷം തരുന്നത് ഈ പ്ലേസ്മെന്റ്സിന്റെ നമ്പേഴ്സ് മന്ത്ലി റിപ്പോർട്ടിൽ വരുമ്പോഴാണ്. എനിവേ താങ്ക് യു സോ മച്ച് CDAയുടെ പീപ്പിൾ, ടീം, ലീഡേഴ്സ്, അവരുടെ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുമായിരുന്നു നമ്മൾ ഇത്രയും കാലം ചെയ്തത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ 2019 ആരംഭിച്ചു ഒരു ചെറിയ ടീമിൽ നിന്നും ഇന്ന് 2025 നമ്മൾ നിൽക്കുമ്പോൾ ഈ ഒരു വലിയ ടീം, ഇവരുടെ പിറകിലുള്ള വലിയൊരു സന്നാഹം, ഇവരൊക്കെയാണ് ഈ CDAയും നിങ്ങളുടെയൊക്കെ സപ്പോർട്ടുമാണ് നമ്മുടെ ഓരോ ഗ്രോത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്നുള്ളത് നിങ്ങളെല്ലാവരോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച് നമ്മുടെ എല്ലാ മാനേജേഴ്സും ഈ സമയം QCD പോഡ്കാസ്റ്റ് തന്നത്. ബൈ.